ചില ആൾക്കാരുണ്ട്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് എല്ലാവരുടെ അനുമതിയോടുകൂടി കൂടുതൽ വിശദീകങ്ങൾക്കൊന്നും കടക്കുന്നില്ല. 11 മണിക്ക് അവസാനിപ്പിക്കേണ്ടതുള്ളത് കൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയും അള്ളാഹു പറയാനും കേൾക്കാനും ആ പറയുന്നത് ആദ്യം എന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ അള്ളാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മഹുല്ലാഹ്, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മഹുല്ലാഹ് തന്റെ അനുയായികളിൽപ്പെട്ട ഒരു മനുഷ്യൻ മരണപ്പെട്ടു. ആ മനുഷ്യന്റെ മയ്യത്ത് കുളിപ്പിച്ചു, കഫം പൊതിഞ്ഞ് പള്ളിയിൽ കൊണ്ടുവന്ന് മയ്യത്ത് നിസ്കരിച്ചിട്ട് തന്റെ അനുയായികളോടൊപ്പം പള്ളിക്കാട്ടിലേക്ക് കടന്നു ചെന്നിട്ട് മയ്യത്ത് 6 അടി മണ്ണിനകത്തേക്ക് ഇറക്കി വെച്ചു. മയ്യത്ത് കബറിനകത്തേക്ക് ഇറക്കി വെച്ചിട്ട് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. കബറിനകത്തേക്ക് എല്ലാവരും പിടിമണ്ണ് വാരി കബറിനകത്തിടുകയാണ്. പലകകളെടുത്ത് നിരത്തിയിട്ട് മീസാൻ കല്ല് കബറിന്റെ മുകളിൽ നിട്ടിട്ട് എല്ലാവരും മടങ്ങിപ്പോവുകയാ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മഹുല്ലാഹ് കബറിന്റെ ചാരത്ത് നിന്ന് മടങ്ങിപ്പോവുകയാണ്. കുറച്ചങ്ങോട്ട് മുന്നോട്ട് ചെന്ന് കഴിയുമ്പോൾ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മഹുല്ലാഹ് ഒരു കബറിന്റെ ചാരത്തിരിക്കുകയാണ്. തന്റെ കൂടെ വന്നവരെല്ലാവരും ചോദിച്ചു, മഹാനവറുകളെ, ആ മയ്യത്തിനോടുള്ള കടമകൾ കഴിഞ്ഞല്ലോ, അതിനെ കുളിപ്പിച്ചു കഫം പൊതിഞ്ഞ് പള്ളികൾ കൊണ്ടുവന്ന് നിസ്കരിച്ചു കബറടക്കിയല്ലോ, ഇനി ആ മയ്യത്തിനോട് നമുക്ക് ചെയ്യാനൊന്നുമില്ലല്ലോ, എന്തിനാണ് പള്ളിക്കാറ്റിൽ നിൽക്കുന്നതെന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മഹുല്ലാഹയോട് തന്റെ അനുയായികൾ മുഴുവനും ചോദിക്കുന്ന സമയത്ത് അവിടുന്ന് തന്റെ അനുയായികളോട് പറയുകയാണ്, ഞാൻ കുറച്ചു നേരം ഈ കബറിന്റെ ചാരത്തുനിന്ന് നിൽക്കട്ടെ, എന്നെ നിങ്ങളാരും ഉപദ്രവിക്കല്ലേ, നിങ്ങളെല്ലാവരും നിന്റെ കാര്യങ്ങൾ നോക്കി മടങ്ങിപ്പോവുക, ഞാൻ ഈ പള്ളിക്കാട്ടിൽ കുറച്ചു നേരം ഒന്ന് തനിച്ചിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മഹുല്ലാഹ് കബറിന്റെ ചാരത്തിരിക്കുകയാണ്. അതാ ഒരു പഴയ കബറിന്റെ ചാരത്ത് മിണ്ടാതെ കുറെ സമയമായിട്ടും കബറിന്റെ ഓരത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മഹുല്ലാഹയോട് അതാ കബർ ചോദിക്കുകയാണ്, ഏ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറെ സമയമായല്ലോ, എന്തേ മിണ്ടാതെ ഇരിക്കുന്നതെന്ത്, എന്തേ ഈ പള്ളിക്കാട്ടിൽ വന്ന് തനിച്ചിരിക്കുന്നതെന്ത്? മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മഹുല്ലാഹ് കബറിന്റെ ഓരത്തിരുന്ന് കരയുമ്പോൾ അതാ കബർ ചോദിക്കുകയാണ്, എന്റെ വയറ്റിനകത്ത് കിടക്കുന്ന മനുഷ്യനെ കുറിച്ചറിയാൻ ആഗ്രഹമുണ്ടോ? എന്റെ വയറ്റിനകത്ത് കിടക്കുന്നവനുണ്ടല്ലോ, അവനെ കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എന്ന് കബർ ചോദിക്കുമ്പോൾ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മഹുല്ലാഹ് പറയുകയാണ്, ഏ കബറേ, നിന്റെ വയറ്റിനകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥ എന്താണ്? അതാ കബർ പറഞ്ഞു കൊടുക്കുകയാണ്, മസഖത്തുൽ അക്ഫാൻ. അതാ കബർ പറഞ്ഞു കൊടുക്കുകയാ, ഒരു മനുഷ്യന്റെ മയ്യത്ത് എന്റെ വീടിനകത്തേക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ, എന്റെ വയറ്റിനകത്തേക്ക് ഒരു മയ്യത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവനെ ഞാൻ ഇരിക്കുകയാണ്, അവന്റെ കഫന്തുണികൾ ഞാൻ വലിച്ചു വീറുകയാ, അവന്റെ കണ്ണുകൾ ഞാൻ കുത്തിപ്പൊട്ടിക്കുകയാണ്, അവനെ തിന്നു കുടിപ്പിച്ചുകൊണ്ട് നടന്നവന്റെ ശരീരമുണ്ടല്ലോ, അത് പുഴുക്കൾ തിന്നുകയാണ്, അവന്റെ എല്ലുകളെ പൊടിയുകയാണ്, അവന്റെ തലച്ചോറിലെ വളമെടുത്തിട്ടാണ് എന്റെ മുകളിൽ നിൽക്കുന്ന പച്ചച്ചെടികൾ പോലും കിളിച്ചു നിൽക്കുന്നതെന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മഹുല്ലാഹയോട് കബർ പറഞ്ഞു കൊടുക്കുകയാണ്. മഹാനവറുകൾ കബറിന്റെ ഓരത്തിരുന്ന് കരയുകയാണ്, കാരണം കരയേണ്ട സ്ഥലമാണല്ലോ. അല്ലാഹുവിന്റെ റസൂൽ കൊണ്ട് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തല്ലോ, യാ സ്വഹാബാ, ഈ ദുനിയാവിൽ 7 സ്ഥലങ്ങളിൽ ചിരിക്കാൻ പാടില്ല സഹാബ. ഈ പ്രപഞ്ചത്തില്, ഈ ഭൂമിയിൽ, ഈ ദുനിയാവിൽ ജീവിക്കുന്ന കാലഘട്ടത്തില് 7 സ്ഥലങ്ങളിൽ ഒരു മനുഷ്യന് തന്റെ പല്ല് വലിയിൽ കാണുന്ന രീതിയിൽ ചിരിക്കാൻ പാടില്ല. 7 സ്ഥലങ്ങളിൽ അങ്ങനെ ആരെങ്കിലും ചിരിച്ചാ അവൻ നാളെ പടച്ചവന്റെ പരലോകത്ത് പട്ടിയുടെ കോലത്തിലാണ് കടന്നു വരുന്നതെന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ചിരിക്കാൻ പാടില്ലാത്ത സ്ഥലമേതാണ് നബിയേ?
ചിരിക്കാൻ പാടില്ലാത്ത സ്ഥലമേതാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറയുന്ന സഹാബ, ഖബറിന്റെ പുറത്തിരുന്ന് ചിരിക്കല്ലേ, പള്ളിക്കാട്ടില് പോയി നിന്ന് ചിരിക്കല്ലേ. അവിടെ ചിരിക്കാനുള്ള സ്ഥലമല്ല, അവിടെ കരയാനുള്ള സ്ഥലമാ. എല്ലാവരും കരഞ്ഞു പോയതാ ഖബർ കണ്ടല്ലേ. മഹാനായ തലബ ഉസ്താദ് പറഞ്ഞതുപോലെ ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മാളമാ സുബ്ഹാന റബ്ബിയതിൽ കിടക്കേണ്ടതാ നസുമാന. ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാൽ, ഖബറെന്ന് കേട്ടാൽ പൊന്നുമോനെ പേടിക്കരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഖബറിനെ കുറിച്ച് പറയുമ്പോൾ ഖബർ കണ്ടാൽ കരകണമെന്ന് മഹാന്മാര് പഠിപ്പിച്ചു തരുമ്പോ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി പള്ളിക്കാട്ടിൽ ഖബറിന്റെ ഓരത്തിരുന്ന് കരഞ്ഞ് കരഞ്ഞ് തന്റെ കണ്ണുനീര് മുഖത്തുകൂടെ വലിച്ച് താടിരോമത്തിലൂടെ മീസാൻ കല്ലിന്റെ മുകളിലൂടെ ഖബറിന്റെ പച്ചമണ്ണിന്റെ മുകളിലേക്ക് വീണുകൊണ്ടിരിക്കുകയാ. ഒരുപാട് സമയം കൊണ്ട് കരയുകയാണ്. കരഞ്ഞ് കരഞ്ഞ് ഖബറിന്റെ ചാരത്ത് തളർന്നു വീഴുകയാ. അതാ ഖബറിനടുത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹിയോട് ഖബർ ചോദിക്കുകയാ, ഞാനൊരു നല്ല കാര്യം പറഞ്ഞു തരട്ടെ, ഖബറിന്റെ പുറത്തിരുന്ന് കരയുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹിയോട് ഖബർ ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുക്കുകയാ. അല്ലദുല്ലുകാല അക്ഫാദിലാ തുബിലാ, ഒരിക്കലും നശിക്കാത്ത ഒരു കഫന്തുണിയെ കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെ. ഒരിക്കലും നശിക്കാത്ത ഒരു കഫന്തുണിയെക്കുറിച്ച്. എന്റെ വീടിനകത്ത് രക്ഷപ്പെടാൻ ഇതിനകത്ത് കൊണ്ടുവെക്കുമ്പോ അങ്ങയുടെ കഫന്തുണി പോലും കീറാതിരിക്കടോ, അങ്ങയെ പുഴുക്കൾ മിന്നാതിരിക്കടോ, എന്റെ വീടിനകത്ത് സുഖിക്കാൻ വരടോ. ദുനിയാവിലെ ജീവിതത്തിനേക്കാൾ ഹൈറായ ജീവിതം എന്റെ വീടിനകത്ത് വേടോ. അതാ ഖബർ പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലദുല്ലുകാല അക്ഫാനിലാ തുബ്ലാ. ഖബറദാ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹിയോട് അതാ ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. ഖബർ പറഞ്ഞതെന്തെന്നറിയുമോ? എന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ വെറും കയ്യോടെ വരല്ലേ. എന്റെ വീട്ടിലേക്ക് വരുന്ന സമയം 5 കാര്യവും കൊണ്ട് ആര് വരുന്നോ അവൻ എന്റെ വീടിനകത്ത് സുഖവാസമാണെന്ന് ഖബർ പറഞ്ഞതായി നബിയുനാ വഹബീബുനാ റസൂലുള്ളാഹി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുനിയാവിലേക്കാൾ നല്ല ജീവിതം ഖബറിൽ വേണമെങ്കിൽ, ദുനിയാവിലേക്കാൾ ഹൈറായ ഒരു ജീവിതം 6 അടി മണ്ണിനകത്ത് വേണമെങ്കിൽ പള്ളിക്കാട്ടിലേക്ക് പോകുമ്പോൾ വെറും കയ്യോടെ പോകരുത്. 5 കാര്യവും കൊണ്ടേ ഖബറിലേക്ക് പോകാവൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു കൊണ്ടുപോകാൻ ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു കൊണ്ടുപോകാൻ ഭാഗ്യം നൽകി നിഗ്രഹിക്കും. ഞാനൊരു 5 കാര്യം പറഞ്ഞു തരാം. മയ്യത്ത് കട്ടിലി ചുമന്ന് പള്ളിയിൽ പോകുമ്പോൾ കൊണ്ടുപോകാനാ. ഇൻഷാ അല്ലാഹ് കൊണ്ടുപോകൂ. ഒരു 5 കാര്യം ഖബർ പറഞ്ഞു തന്ന, വേറെ ആരും പറഞ്ഞില്ല. ഖബർ പറഞ്ഞു കൊടുത്ത ഒരു 5 കാര്യമുണ്ട്. എന്റെ വീട്ടിൽ വരുമ്പോ വെറും കയ്യോടെ വരല്ലേ, 5 സാധനവും കൊണ്ടേ വരാവൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ പ്രവാചകം പഠിപ്പിക്കുമ്പോ എന്താ ഖബർ? പള്ളിക്കാട്ടിൽ പോയിട്ട് മണ്ണ് വാരിയിട്ടിട്ട് വരും. നമുക്കിന്ന് ഖബർ എന്ന് പറയുന്നത് നിസ്സാരമായി പോയി. എന്താ ഖബർ? ഖബറിനൊരു സ്വഭാവമുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ജയിലിൽ പോയവരൊക്കെ പറയാറുണ്ട്, എന്ത്? ജയിലിലേക്ക് പോകുന്ന സമയത്ത് കവാടത്തിൽ ഒരു പോലീസുകാരൻ നിൽക്കും. ഈ പോകുന്നവൻ വലത് കാല് വെച്ച് അകത്തോട്ട് കയറിയ ഒരൊറ്റ അടി കൊടുക്കും. എന്നിട്ട് ചോദിക്കും, എന്താണ് നീ ഇവിടെ പൊറുക്കാൻ വന്നതാണോ? അപ്പൊ വലത് കാല് വെച്ച് കയറിയ അടി കിട്ടും. എന്നാ പിന്നെ ഇടത് കാല് വെച്ച് കയറാം. ഇടത് കാല് വെച്ച് കയറിയ അപ്പോഴും ഒരെണ്ണം തന്നിട്ട് ചോദിക്കുന്നത് എന്താ നശിച്ച സ്ഥലവും. വലത് കാല് വെച്ച് കയറിയാലും അടി, ഇടത് കാല് വെച്ച് കയറിയാലും അടി. എന്നാ പിന്നെ 2 കാലം വെച്ച് ചാടി കയറാന്ന് വെച്ചാൽ ചാടി കയറി അപ്പോഴും ഒരെണ്ണം തന്നിട്ട് ചോദിക്കും, എന്താടാ നീ സർക്കസ് കാണിക്കുന്നു. എങ്ങനായാലും ജയിലിൽ പോകുമ്പോൾ ഒരു അടി കിട്ടുമെന്ന് പോയ മുൻഗാമികൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്കറിയത്തില്ല. അള്ളാഹു അവിടെ പോകാതിരിക്കാൻ ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അത് സത്യമാണോ കള്ളമാണോ അതല്ല. ഖബറിനൊരു സ്വഭാവമുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആരെ ഖബറിൽ കൊണ്ടുവച്ചാലും ഖബർ ഞെരുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബറിനൊരു സ്വഭാവമുണ്ട്.
അത് ആരുമാകട്ടെ, ഏത് മനുഷ്യന്റെ മയ്യത്ത് ഖബറിൽ കൊണ്ടുവച്ചാലും ഖബർ ഞെരുക്കും. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദിയായ സൈനബ റളിയല്ലാഹു തആല അൻഹുവിന്റെ മയ്യത്ത് കൊണ്ട് ഖബറടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഖബറടക്കുമ്പോൾ പള്ളിക്കാട്ടിലെ ഖബറിന്റെ മുകളിൽ നിന്ന് പ്രവാചകനെ കരണ്ടുകൊണ്ടിരിക്കുകയാ. സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്ത് പറ്റി നബിയേ, എന്തിനാണ് കരയുന്നതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകനോട് പള്ളിക്കാട്ടിൽ വെച്ച് തന്റെ അനുചരന്മാർ ചോദിക്കുമ്പോൾ അവിടെന്ന് പറയുന്ന സഹാബാ, എന്റെ സൈനബിന്റെ മയ്യത്ത് ഖബറിനകത്തേക്ക് ഇറക്കി വെച്ചപ്പോൾ ഖബർ ഞെരുക്കി സഹാബാ. വേദന സഹിക്കാൻ കഴിയാതെ എന്റെ സൈനബ് കരഞ്ഞ ശബ്ദമുണ്ടല്ലോ, കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ കേട്ടെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, പോകേണ്ടവരാ, എന്നെയും നിങ്ങളെയും കൊണ്ടുവെക്കേണ്ടവരാണ്, നമ്മളെ എല്ലാവരെയും ഖബർ ഞെരുക്കുമല്ലോ. അല്ലാഹുവിന്റെ റസൂൽ തന്റെ സ്വഹാബത്തിനോട് പരിചയപ്പെടുത്തുകയാണ്. യാ സ്വഹാബാ, ഖബർ ഞെരുക്കുന്നത് രണ്ട് രീതിയിലാ. ഖബർ ഞെരുക്കുന്നത് രണ്ട് രീതിയിലാ. ഒന്നാമതായി ഖബർ ഞെരുക്കുന്നത് വാരിയല്ലുകൾ കോർക്കുന്ന രീതിയിൽ ഒരു വിഭാഗത്തെ ഖബർ ഞെരുക്കുകയാണ്. വാരിയല്ലുകൾ കോർക്കുന്ന രീതിയിൽ ഖബറങ്ങേ തിടുക്കമാവുകയാ. അതാ വാരിയല്ലുകൾ കോർക്കുന്ന രീതിയിൽ ഒരു വിഭാഗത്തെ ഖബർ ഞെരുക്കും. രണ്ടാമത്തെ വിഭാഗത്തെ ഖബർ ഞെരുക്കുന്നത് എങ്ങനെയെന്നറിയുമോ? കൊച്ചു കുഞ്ഞിന്റെ തലയിൽ പൊടിക്കുഞ്ഞുണ്ടല്ലോ, പാല് കടിച്ചുകൊണ്ടിരിക്കുന്ന ചോരക്കുഞ്ഞിന്റെ തലയിൽ ഉമ്മ തലോടുന്നത് പോലെ ഒരു വിഭാഗത്തെ ഖബർ ഞെരുക്കുമെന്ന് ത്വാഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബർ ഞെരുക്കുന്നത് രണ്ട് രീതിയിലാണ്. ഒരു വിഭാഗത്തെ വാരിയെല്ലുകൾ കോർക്കുന്ന രീതിയിൽ ഞെരുക്കും. അല്ലാഹു ആ വിഭാഗത്തെ തൊട്ട് കാക്കുമാറാകട്ടെ. രണ്ടാമത്തെ വിഭാഗം, ഉമ്മ പാല് കൊടുത്തോണ്ടിരിക്കുമ്പോ കുഞ്ഞിങ്ങനെ ചിരിക്കുമ്പോ സ്നേഹം കൊണ്ട് കുഞ്ഞിന്റെ തലയിൽ തലോടുന്നത് പോലെ ഖബർ ഞെരുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാന്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചു, നബിയെ, ഈ വാരിയെല്ലുകൾ കോർക്കുന്ന രീതിയിൽ ആരെയാണ് ഖബർ ഞെരുക്കുന്നത്? വാരിയെല്ലുകൾ കോർക്കുന്ന രീതിയിൽ ആരെയാണ് ഖബർ ഞെരുക്കുന്നതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകനോട് തന്റെ സഹാബത്ത് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബാ, പള്ളിക്കാട്ടിലെ മയ്യത്ത് കൊണ്ടുവച്ചിട്ട് എല്ലാവരും മടങ്ങി പോകുന്ന സമയത്ത് വാരിയല്ലുകൾ കോർക്കുന്ന രീതിയിൽ ഖബർ ഞെരുക്കുന്ന ഒന്നാമത്തെ വിഭാഗമേതാ? അല്ലാഹുവിന്റെ പ്രവാചകരോട് തന്റെ അനുചരന്മാർ ചോദിക്കുമ്പോൾ അവിടെന്ന് പറയുന്ന സഹാബാ, അല്ലാഹുവിന്റെ പള്ളിയുടെ വിരാരത്തിൽ നിന്ന് ഹയ്യാല സലാ ഹയ്യാലൽ ഫലാ, അല്ലാഹുവിന്റെ പള്ളിയുടെ വിരാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ അതിനുത്തരം നൽകാത്തവനുണ്ടല്ലോ, നിസ്കരിക്കാത്തവനുണ്ടല്ലോ, അവനെ പള്ളിക്കാട്ടിൽ 6 അടി മണ്ണിനകത്തേക്ക് ഇറക്കി വെക്കുമ്പോ ആ ഖബർ ഞെരുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കരിക്കാത്ത മനുഷ്യനെ അങ്ങോട്ട് ഇറക്കി വെച്ചാൽ മതി, അപ്പോഴേ അതങ്ങ് ഖബറിന്റെ തനി സ്വഭാവം കാണിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഈ സദസ്സിലിരിക്കണ നിങ്ങളൊക്കെ സുബഹി നിസ്കരിച്ച എവിടാന്ന് വെച്ചാ, ഇന്ന് 5 വഖത്തും ജമാഅത്തായി നിസ്കരിച്ച എത്ര ആണുങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ ഇതിൽ എത്ര പേരുണ്ട്? എത്ര സഹോദരിമാരുണ്ട്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് വളരെ നിസ്സാരം. മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുക, ഒരൊറ്റ വഖത്ത് നിസ്കാരം, ഒരു വഖത്ത് നിസ്കാരം ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് കളയാക്കിയാൽ അവൻ കാഫിറാണെന്ന് മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. ഒരൊറ്റ വഖത്ത് കളഞ്ഞാൽ മതി. അങ്ങനെയാണെങ്കിൽ എത്ര മുസ്ലിമീങ്ങൾ ഉണ്ടാവും? ഈ സദസ്സിലിരിക്കുന്ന നമ്മളിൽ എത്ര മുസ്ലിമീങ്ങൾ ഉണ്ടാകും? ഒരു വഖത്ത് കളഞ്ഞാൽ തന്നെ അവൻ കാഫിറ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിസ്കരിക്കാൻ എന്താ ഇത്ര മടി? അല്ലാഹു കൂടുതലൊന്നും പറഞ്ഞില്ലല്ലോ. 24 മണിക്കൂർ നമുക്ക് തന്നിട്ട് 25 മിനിറ്റല്ലേ പടച്ചവൻ ചോദിച്ചു? അതും ഒരുമിച്ചല്ലല്ലോ. അല്ലാഹു 5 സമയങ്ങളായി നമ്മളോട് നിസ്കരിക്കാൻ പറയുമ്പോൾ അതിനുപോലും മനസ്സില്ലാത്തവൻ ഇത്രയും നന്ദി കെട്ടവനായി പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന നിസ്കരിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിലെ സർവ്വ പ്രശ്നങ്ങൾക്കും പരിഹാരമാ.
അവന് കടമാണോ, ദുരിതമാണോ, ദുഃഖമാണോ, രോഗമാണോ, പ്രശ്നങ്ങളാണോ, അവനെന്ത് സംഭവിച്ചാലും വേദനയില്ല. ക്യാൻസർ രോഗം പിടിച്ച് വീടിനകത്ത് കിടക്കുന്നവന്റെ മുന്നിലേക്ക് കരഞ്ഞുകൊണ്ടുപോയിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്ന സമയത്ത് അവന് ചിരിച്ചുകൊണ്ട് പറയും അൽഹംദുലില്ലാഹ്, എനിക്ക് പടച്ചവൻ ഇതല്ലേ തന്നുള്ളൂ. എന്നെക്കാലം എത്രയോ മാരക രോഗികളുണ്ട്, കിടന്ന കിടപ്പിൽ കിടന്ന മലമൂത്ര വിസർജനം നടത്തുന്നവരുണ്ട്. അല്ലാഹു എനിക്കങ്ങനെ ഒരു പരീക്ഷണം തന്നില്ലല്ലോ, അതുകൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ അവരെ കൊണ്ട് കഴിയും. കടമാണോ, ദുരിതമാണോ, ദുഃഖമാണോ, പ്രശ്നങ്ങളാണോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, 5 നേരം ആര് നിസ്കരിക്കുന്നുണ്ടോ അവന്റെ ജീവിതത്തിലെ സർവ്വ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. എന്റെ പ്രിയപ്പെട്ടവര്, 5 നേരം നിസ്കരിച്ച ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ, ഇന്നൊരു വക്കത്ത് പോലും കളയാക്കാത്ത ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് ഇൻദ റഅസി റജുലിൻ മിനൽ അൻസാർ, ഒരു ചെറുപ്പക്കാരൻ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാണ്. നിസ്കരിക്കാത്തവര് ആരോഗ്യമുണ്ട്, കഴിവുണ്ട്, രോഗമില്ല, എല്ലാമുണ്ട്, പള്ളിന്റെ വീടിന്റെ ഓരത്തുണ്ട്, എന്നിട്ട് പോലും പോയി നിസ്കരിക്കാത്ത മനുഷ്യ, അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ, ഒരു ചെറുപ്പക്കാരൻ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാണ്. പ്രവാചകൻ ആ ചെറുപ്പക്കാരന്റെ മുന്നിൽ നിൽക്കുകയാണ്. ആ സമയത്ത് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറയാൻ തുടങ്ങി, പ്രവാചകന്റെ കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞുകൊണ്ട് ചോദിച്ചു, അസ്റായീലേ, ഇതെന്ത് രൂപമാണ് അസ്റായീൽ, ഇതെന്ത് കോലമാണ് അസ്റായീൽ, നിനക്കൊരു നല്ല വസ്ത്രം ധരിച്ചൂടെ, നിനക്കൊന്ന് ചിരിച്ചുകൂടെ, ഈ കിടക്കുന്നവരും അവിടെന്ന് പറയുന്ന നബിയേ, യാ റസൂലല്ലാഹ്, ഞാൻ ചിരിക്കൂല നബിയേ, ഞാൻ ചിരിക്കൂല നബിയേ, ഇവനോടൊരു കരുണയും കാണിക്കില്ല, ഒരു ദയയും കാണിക്കില്ല, ഒരു പരിഗണന ഇവൻ കാണിക്കാം. കാരണമെന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലിനോട് അസ്റായീൽ അലൈഹിസ്സലാം പറയുകയാ, ഇവൻ എന്നെ കളിയാക്കിയവനാണ്, ഇവൻ എന്നെ പരിഹസിച്ചവനാണ്, ഇവൻ എന്നെ നിന്ദിച്ചവനാണ്, ഞാൻ പറയുന്നതനുസരിക്കാത്തവനാണ്. അല്ലാഹുവിന്റെ പ്രവാചകരോട് അസ്റായീൽ അലൈഹിസ്സലാം പറയുകയാ, യഅലമന്നമാ ഫിൽ അർളി മിൻ ബൈതി മദരിൻ വലാ ശഅരിൻ ഫീ ബർരിൻ വലാ ബഹരിൻ. അല്ലാഹുവിന്റെ പ്രവാചകരോട് മലക്കുൽ മൗത്ത് പറയുന്ന നബിയേ, ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന സർവ്വ മുസ്ലിമുണ്ടല്ലോ, പേരുകൊണ്ടെങ്കിലും മുസ്ലിമായവൻ, അവനവൻ നിസ്കരിക്കുന്നവനാകട്ടെ, നിസ്കരിക്കാത്തവനാകട്ടെ, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവനാകട്ടെ, പേടിക്കാതെ ജീവിക്കുന്നവനാകട്ടെ, അവന്റെ മുന്നിലേക്ക് കുല്ലയൗമിൻ 5 പ്രാവശ്യം ഞാൻ ഒരു ദിവസം ഇറങ്ങി വരും നബിയേ. ഈ ഭൂമിയിൽ, ഈ പാതിരാത്രി ഈ സദസ്സിലിരിക്കുന്ന ഓരോ മനുഷ്യന്റെ മുന്നിലും 5 പ്രാവശ്യം ഈ അസ്റായീൽ ഇറങ്ങി വന്നിട്ടുണ്ട്. എന്തിനാ വന്നതെന്നറിയുവോ? എന്തിനാ വന്നതെന്നറിയുവോ? എപ്പോഴാ വന്നതെന്നറിയുവോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നാളെ സുബഹി നിസ്കരിക്കുന്നവരുടെ പള്ളിക്കകത്തേക്ക് ഉളുവെടുത്തിട്ട് വാതിലിലൂടെ, അതാ വള്ളിയുടെ വാതിലിലൂടെ വലതുകാല് വെച്ചകത്തേക്ക് കയറുമ്പോ, പള്ളിയുടെ വാതിലിന്റെ വലതുഭാഗത്ത് നോക്ക് ചെറുപ്പക്കാരാ, നിൽക്കുന്നുണ്ട് മോനെ അസ്റായീൽ നിൽക്കുകയാണ്. പള്ളിയുടെ വലതുഭാഗത്ത് അസ്റായീൽ ചിരിക്കുന്ന മുഖത്തോടെ നിന്നെയും കാത്തു നിൽക്കുകയാ. നീ പള്ളിക്കകത്തേക്ക് കയറുമ്പോ അസ്റായീൽ നിന്നെ കെട്ടിപ്പിടിച്ചിട്ട് നിന്നോട് പറയുന്ന ഒരു വാക്കുണ്ട്, ഏ ചെറുപ്പക്കാരാ, ഇതൊന്ന് നിലനിർത്തണേ പൊന്നുപോര്, ഇതൊന്ന് നിലനിർത്തണേ പൊന്നുപോര്, എന്നെ ഇതുപോലെ നിനക്ക് കാണാൻ കഴിയുമെന്ന് അസ്റായീൽ അലൈഹിസ്സലാം ഓരോ ദിവസവും 5 പ്രാവശ്യം എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാ, നിസ്കരിക്കാത്തവര്, പള്ളിക്കകത്ത് നിസ്കാരം നടക്കുമ്പോ പള്ളിയുടെ മുന്നിലിരിക്കുന്ന കടയ്ക്കകത്തിരുന്ന് കച്ചവടം നടത്തിയവര്, റോഡിന്റെ ഓരത്തിരുന്നവര്, വീടിനകത്തിരുന്നിട്ട് നിസ്കരിക്കാത്തവര്, അസ്റായീൽ നിന്റെ വീടിന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞതെന്തെന്നറിയുമോ? അല്ലാഹുവിനെ മറന്നുകൊണ്ടിരുന്നോ മോള്, പടച്ചവനെ മറന്നുകൊണ്ട് വികാരിയ പോലെ നീ ഇവിടെ ഇരുന്നോ? ഒരു ദിവസം ഞാൻ വരുമടി, ഒരു ദിവസം ഞാൻ വരുമടി, അന്നെന്നെ കണ്ട
ഭയന്നുകൊണ്ട് പേടിച്ചുകൊണ്ട് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തി നിനക്ക് ചാകേണ്ടി വരുമെന്ന് അസ്റായീലും നിന്നഞ്ച് പ്രാവശ്യം നിന്നോട് ഓർമ്മപ്പെടുത്തിയിരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ കരഞ്ഞുകൊണ്ട് ചോദിച്ചു, അസ്റായീലേ, ആരോടെങ്കിലും നിനക്ക് സ്നേഹമുണ്ടോ? ഒരാളോടെങ്കിലും നിനക്ക് സ്നേഹമുണ്ടോ? ഒരാളുടെയെങ്കിലും റൂഹ് പിടിക്കാൻ പോകുന്ന സമയത്ത് നീയൊന്ന് ചിരിക്കുവോ അസ്റായീൽ? അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുമ്പോൾ അസ്റായീൽ അലൈഹിസ്സലാം പറയുകയാണ്, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എനിക്കൊരു കൂട്ടുകാരനുണ്ട് നബിയേ, അവന്റെ റൂഹ് പിടിക്കുന്ന സമയത്ത് എനിക്ക് വല്ലാത്ത സന്തോഷമാണ് യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുമ്പോ അസ്റായീൽ അലൈഹിസ്സലാം പറയുകയാണ്, അസ്റായീലിന്റെ കൂട്ടുകാരൻ ആരെന്നറിയുമോ? 5 നേരം നിസ്കരിക്കുന്ന ചെറുപ്പക്കാരാ, നിന്നെ അസ്റായീലിന് വല്ലാത്ത ഇഷ്ടമാണ് പൊന്നുമോര്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, അസ്റായീൽ എങ്ങനാ വരുന്നതെന്നറിയുമോ? നിന്റെ റൂഹ് പിടിക്കാൻ അസ്റായീൽ വരുന്നത് എങ്ങനെയെന്നറിയുമോ? ഇന്നല്ലദീന തതവഫാഹുമുൽ മലായികതു തയ്യിബീന യഖൂലൂന സലാമുൻ അലൈക്കും. അതാ അസ്റായീൽ ഇറങ്ങി വരികയാണ് പുഞ്ചിരിക്കുന്ന മുഖത്തോട്, അസ്സലാമു അലൈക യാ വലിയല്ലാഹ്, സലാം പറഞ്ഞുകൊണ്ട് നിന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. പുഞ്ചിരിക്കുന്ന മുഖത്തോട് നല്ല വസ്ത്രം ധരിച്ച് സലാം പറഞ്ഞുകൊണ്ട് നിന്റെ മുന്നിലേക്ക് കടന്നു വരികയാ. റൂഹ് പിടിക്കാൻ തുടങ്ങുകയാണ്. കാലിന്റെ തള്ളവിലിൽ നിന്ന് റൂഹ് പിടിക്കാൻ തുടങ്ങി. വേദന സഹിക്കാൻ കഴിയാതെ നീ ഒന്ന് കരയുന്ന സമയത്ത്, നിന്റെ കണ്ണൊന്ന് നിറയുന്ന സമയത്ത് അസ്റായീൽ അലൈഹിസ്സലാം നിന്നോട് ചോദിക്കുകയാണ്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وابشروا بالجنة. നിന്റെ കണ്ണെന്ന് നിറയുന്ന സമയത്ത് അസ്റായീൽ നിന്നോട് ചോദിക്കുന്ന, കൂട്ടുകാരാ, എന്തിനാടാ കരയുന്നത്? എന്തിനാടാ വേദനിക്കുന്നത്? എന്തിനാടാ പേടിക്കുന്നത്? കരയല്ലേ ചെറുപ്പക്കാരാ, കരയല്ലേ ചെറുപ്പക്കാരാ, നോക്കടാ, വഅബ്ശിറൂ ബിൽ ജന്ന. ഇതാണടാ സ്വർഗം, ഇതാണടാ സ്വർഗം, ഇതാണടാ നിന്റെ വീട്, ഇതാണടാ നിനക്കുള്ള പ്രതിഫലം. കരയല്ലേ, കരയല്ലേ, കരയല്ലേ. അല്ലാഹുവിന്റെ പ്രവാചകരോട് അസ്റായീൽ അലൈഹിസ്സലാം പറയുന്ന, നബിയേ, 5 നേരം നിസ്കരിക്കുന്ന എന്റെ കൂട്ടുകാരനുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ട ബാബ, രാത്രി പ്രഷറിന്റെയും ഷുഗറിന്റെയും ഗുളിക കടിച്ചിട്ട് കിടന്നുറങ്ങി. അതാ നാളെ രാവിലെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അസ്സലാത്തു ഖൈറും മിനന്നൗം, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ ചാടി എഴുതേറ്റ് പച്ചവെള്ളത്തിൽ എഴുതെടുത്തിട്ട് വേച്ച് നടന്നു വന്ന് പള്ളിയിൽ വന്ന് ജമാഅത്തായി സുബഹി നിസ്കരിക്കുന്ന ബാപ്പാ, നീ കഷ്ടപ്പെട്ടത് വെറുതെയല്ല, നീ ഈ കടന്നു കഷ്ടപ്പെട്ടത് വെറുതെയല്ല. അല്ലാഹുവിന്റെ പ്രവാചകരോട് അസ്റായീൽ അലൈഹിസ്സലാം പറയുകയാ, വാപ്പാ, നീ മരിക്കാൻ കിടക്കുന്ന സമയത്ത് നിന്റെ മക്കളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തന്നില്ലെങ്കിൽ, നിന്റെ കൂടെ പിറപ്പ് പറഞ്ഞു തന്നില്ലെങ്കിൽ, നിന്റെ കൂടെ കടന്ന ഭാര്യ പറഞ്ഞു തന്നില്ലെങ്കിൽ, നിന്റെ മക്കളെ പറഞ്ഞു തന്നില്ലെങ്കിൽ, റൂഹിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അസ്റായീൽ അലൈഹിസ്സലാമിന്റെ തലയുടെ വലതു ഭാഗത്ത് നിൽക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിനോട് അസ്റായീൽ പറയുന്ന, നബിയേ, 5 നേരം നിസ്കരിച്ച മനുഷ്യനുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നീ മരിക്കാൻ കിടക്കുന്ന സമയത്ത് സ്വർഗം കാണിച്ച് നിന്നെ സന്തോഷപ്പെടുത്തിയിട്ട് 5 നേരം നിസ്കരിച്ച ഉമ്മ. അസ്റായീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാ,
അല്ലാഹുവിന്റെ പ്രവാചകരോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹ് വലിച്ചൂറുന്നതിന് മുമ്പ് ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കും നബിയേ. 5 നേരം നിസ്കരിച്ച വാപ്പാ, നിന്റെ മക്കൾ നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തന്നില്ലെങ്കിൽ, നിന്റെ കൂടെ പറപ്പ് പറഞ്ഞു തന്നില്ലെങ്കിൽ, നിന്റെ കൂടെ കിടന്ന ഭാര്യ നിനക്ക് പറഞ്ഞു തന്നില്ലെങ്കിൽ, അസ്റായിൽ നിനക്ക് പറഞ്ഞു തരും വാപ്പാ. അല്ലാഹുവിന്റെ പ്രവാചകരോട് അസ്റായിൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുകയാ. മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ മുന്നിൽ അസ്റായിൽ വന്നിട്ട് പറയും, പൊന്നുപോരെ പറയടാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാ പറഞ്ഞു വരികയാണ്. അവിടുന്ന് പറയുന്ന, ചെറുപ്പക്കാരാ, എന്നെ കണ്ടതുപോലെ നീ വേറെ ആരെയും ഇന്ന് വരെ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞതുപോലെ നിന്റെ ഉമ്മ പറഞ്ഞിട്ടില്ല, നിന്റെ വാപ്പ പറഞ്ഞിട്ടില്ല, നിന്റെ കൂടെ പറപ്പ് പറഞ്ഞിട്ടില്ല. ഓരോ ദിവസവും 5 പ്രാവശ്യം നിന്റെ മുന്നിലേക്ക് കടന്നു വന്ന കൂട്ടുകാരനാണടാ. പറയടാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അസ്റായിൽ നിനക്ക് ഷഹാദത്ത് കലിമ ചൊല്ലിത്തരുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. 5 നേരം നിസ്കരിച്ച മരിക്കാൻ കിടക്കുമ്പോ ആര് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തന്നില്ലെങ്കിലും അസ്റായിൽ പറഞ്ഞു തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, കബറിഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ വിഭാഗം 5 നേരം നിസ്കരിക്കാത്ത മനുഷ്യനെ പള്ളി കാട്ടിക്കൊണ്ടുവെച്ച കബറിഞ്ഞിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നാളെ മുതൽ ഇൻഷാ അല്ലാഹ് 5 വഖത്ത് നിസ്കരിക്കാൻ വേണ്ടി നിയ്യത്ത് ചെയ്യും. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്യൂലേ? പറമനുഷ്യന്മാരെ ഉറക്കവർ ഇൻഷാ അല്ലാഹ് പറ. നിസ്കരിച്ചാൽ കിട്ടേണ്ട ഒരു പ്രതിഫലം എന്ത്? നിന്റെ കച്ചവടം, നിന്റെ സമ്പത്ത്, കുടുംബജീവിതം, വീട്, മക്കള്, ഭക്ഷണം, എല്ലാ കാര്യത്തിലും ബർക്കത്ത്. എല്ലാ കാര്യങ്ങളിലും ബർക്കത്ത്. ഈ ബർക്കത്ത് എന്താ നമുക്കറിയത്തില്ലല്ലോ. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 നില വീടുണ്ട്, വലിയ ജോലിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ തന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് റോഡിൽ കുഴിയെടുത്തിട്ട് ടാർപ്പ വലിച്ചു കെട്ടി ജീവിക്കുന്നവന്റെ വീട്ടിലുള്ള സന്തോഷം സമാധാനം ഈ കോടീശ്വരന്റെ വീടിനകത്തില്ല. ഇത്ര കിട്ടിയാലും ഒന്നുമില്ല. അല്ലാഹു നമുക്കൊക്കെ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമുക്കൊക്കെ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. മറ്റൊരുത്തൻ അല്ലാഹു കൊടുക്കുന്ന അനുഗ്രഹം കണ്ടിട്ട് നീ ഇരുന്നിട്ട് അല്ലാഹു ഇങ്ങനെ ഇരുന്ന് പ്രാവുക. മറ്റൊരുത്തൻ അവന്റെ കടയ്ക്കകത്ത് നല്ല കച്ചവടം കൊണ്ട് ആള് കയറുന്ന ഇവൻ വേണ്ടി ഇരുന്നിട്ട് അല്ലാഹുവേ അവനൊന്ന് കൊത്തുവാടെടുത്ത് കാണാൻ നമ്മളൊക്കെ പ്രാവുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ പ്രാവി എന്ന് പറഞ്ഞത് മാറിയൊന്നും പോകത്തൊന്നുമില്ല. നിങ്ങൾക്ക് ബർക്കത്ത് വേണോ? അല്ലാഹു നിങ്ങൾക്ക് നൽകിയ എല്ലാ കാര്യങ്ങളിലും ബർക്കത്തുണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ബർക്കത്ത് വേണമെന്ന് ആഗ്രഹമുള്ളവരെന്ന് കൈവക്കിക്ക്. അല്ലാഹു നിങ്ങൾക്ക് ചെയ്തിരിക്കുന്ന എല്ലാ നല്ല കാര്യത്തിനും താത്താമാര്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, 4 കാര്യം ഏത് വീട്ടിലുണ്ടോ ആ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. 4 കാര്യങ്ങൾ ഏത് വീട്ടിലുണ്ടോ ആ വീട്ടിൽ ബർക്കത്തുണ്ട്. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ 4 കാര്യം പറയാം. വീട്ടിൽ ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രം നോക്കിയാൽ മതി. 2 എണ്ണം ആണുങ്ങൾക്കും 2 എണ്ണം പെണ്ണുങ്ങൾക്കും. നോക്കൂ, പറമനുഷ്യന്മാരെ നോക്കൂ. വീട്ടിൽ ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രം നോക്കിയാൽ മതി. വേടിച്ചൊന്നും വെക്കണ്ട. 4 കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അർബഅത്തുൻ ഫിദ്ദാരി ഫീഹിന്ന ബറക. 4 കാര്യം ഏത് ഭവനത്തിലുണ്ടോ ആ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 1 അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അശ്ശാത്തു ഫിദ്ദാരി ഫീഹിന്ന ബറക. ഏത് വീട്ടിലാണോ ആടുള്ളത് ആ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഏത് വീട്ടിലാണോ എന്ത് ആരുടെയെങ്കിലും വീട്ടിൽ ഉണ്ടോ? ഈ സദസ്സിൽ ആരുടെയെങ്കിലും വീട്ടിൽ ആടുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്കുക. ഇതാണ് ആ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. TV ഇല്ലാത്ത ഏതെങ്കിലും വീടുണ്ടോ? ഈ സദസ്സിലിരിക്കുന്ന ആരുടെയെങ്കിലും വീട്ടിൽ TV ഇല്ലെങ്കിൽ ബർക്കത്തിനെങ്കിലും ഒരു താത്ത. ഇതാ നമ്മുടെ അവസ്ഥ. വേണ്ടത് വെക്കൂല, വേണ്ടാത്തത് വെക്കും. അല്ലാഹു കാക്കുമാറാകട്ടെ. ഏത് വീട്ടിലാണോ ആടുള്ളത് ആ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. 2 വദ്ദീഖു ഫിദ്ദാരി ഫീഹിന്ന ബറക. ഏത് വീട്ടിലാണോ കോഴിയുള്ളത് ആ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. ചെറുപ്പക്കാരൊക്കെ ചിരിക്കണം, ഇയാൾ എന്തെങ്കിലും ആടും കോഴിയൊക്കെ പറയണത്. ഞാൻ പിന്നെ 2ാം ലോക മഹായുദ്ധമുള്ള ആളെ കാര്യം പറഞ്ഞുതരാം. നിനക്കും വലിയ പ്രയോജനമുണ്ട്, എനിക്കും പ്രയോജനമുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രയോജനമുള്ള കാര്യമാണ് പറയുന്നത്. ഏത് വീട്ടിലാണോ കോഴിയുള്ളത് ആ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. തിന്നാൻ മാത്രം നോക്കിയാൽ പോരാ.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കോഴിയെ വീട്ടിൽ വളർത്തിയ ഉണ്ടാവണ ഒരു നേട്ടം പറഞ്ഞു തരട്ടെ. ഒരേ ഒരു നേട്ടം, കോഴിയെ വളർത്തിയാൽ കിട്ടുന്ന ഒരു നേട്ടം. ഈ കണ്ണേറും പ്രാക്കും ശാപം ഒക്കെ ഉണ്ട് ഇസ്ലാമിലുള്ള കാര്യങ്ങൾ. വീടിന്റെ മുന്നിൽ ഒരു ചെടങ്ങ് നിറയെ ചുമന്ന തെങ്ങിനകത്ത് തേങ്ങ നിറഞ്ഞു നിൽക്കാം. അപ്പോഴാ വീടിന്റെ മുന്നിൽ കൂടെ ഒരു ഉപ്പാപ്പ നടന്നു വന്നത്. ഉപ്പാപ്പ ഇങ്ങനെ നോക്കിയിട്ട് പറയും, എന്റെ പൊന്ന അബൂബക്കർ, ഈ പ്രാവശ്യം അല്ലാഹു വാരി കോരിയിട്ടേക്ക്, എന്താ ഇല്ലേ. ഉപ്പ ഇത് പറഞ്ഞിട്ട് അങ്ങ് പോവും. അടുത്ത വർഷം അതിലേക്കൂടെ നടന്നു പോയ അങ്ങനെ ഒരു തെങ്ങ് നിന്നതിന്റെ അടയാളം പോലും കാണൂല, കരിഞ്ഞു പൂക്കളെ. ചില ആൾക്കാർ പറഞ്ഞ അറം പറ്റുന്ന രീതിയിൽ, അത് അവരെ കുറ്റം കൊണ്ടൊന്നുമല്ല, അങ്ങനെ ചില ആൾക്കാരുടെ നാവങ്ങനെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. വീട്ടിൽ കോഴിയെ വളർത്തിയ കണ്ണേറും പ്രാക്കും വലിക്കില്ല എന്ന് മഹാന്മാർ പഠിപ്പിക്കും. കണ്ണേറും പ്രാക്കൊക്കെ അയൽവാസി തലയിൽ കൈവച്ചിട്ട് മണ്ണ് മാറിയിട്ടിട്ട് നീ മുടിയാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. വീട്ടിൽ കോഴിയെ വളർത്തിയ കണ്ണേറ് വലിക്കൂല എന്നാ. ഉദാഹരണം ഉണ്ടെങ്കിൽ നാളെ രാവിലെ പോയിട്ട് കോഴി എവിടെയെങ്കിലും നിൽക്കുന്ന സമയത്ത് കോഴിയുടെ കണ്ണിലൊന്ന് തറപ്പിച്ച് നോക്കുക. കോഴിയുടെ കണ്ണിലൊന്ന് തറപ്പിച്ച് നോക്കണം. കോഴി നമ്മളെ നോക്കി പിടിപ്പിക്കുന്നതാണ്. പോയി നോക്ക്, ഞാൻ നോക്കിയിട്ടുണ്ടെന്ന്. പോയി നോക്കി നോക്കുക. വീട്ടിൽ കോഴിയെ വളർത്തിയ ബർക്കത്തുണ്ടെന്ന് ലഭിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണാണോ പെണ്ണാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും കോഴിയാണ്. കോഴിയുടെ സ്വഭാവം ഇല്ലാതിരുന്നാൽ മതി. അള്ളാഹു കാക്കുമാറാകട്ടെ. 2 എണ്ണം ഇനി പെണ്ണുങ്ങൾക്ക, 2 എണ്ണം എന്റെ സഹോദരിമാർക്ക്. ആരുടെ വീട്ടിലാണോ ആട്ടുകല്ലുള്ളത് ആ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് ലഭിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. താത്ത പറയും, എന്റെ പൊന്ന് സിറാജ്, നിനക്കിതൊക്കെ പറയാം, അതിന്റെ പാട് ഞങ്ങൾക്കല്ലേ അറിയും. എന്റെ പ്രിയപ്പെട്ടവരെ, ആരുടെ വീട്ടിലാണോ ആട്ടുകല്ലുള്ളത്, ഏത് വീട്ടിലുണ്ട് നാട്ടുകല്ല്? ഇപ്പൊ ഇന്ന് മിക്സിയുടെയും ഗ്രൈൻഡറിന്റെ ഒക്കെ കാലമല്ലേ, പണം കൂടിയപ്പോ എല്ലാം പോയി. എന്റെ പ്രിയപ്പെട്ടവരെ, വന്ന വഴി മറന്നുപോയി നമ്മളൊക്കെ. നമുക്കൊരു കാലം ഉണ്ടായിരുന്നു പെങ്ങളെ, നിങ്ങൾക്കൊക്കെ പട്ടിണിയും പരിവട്ടവുമായി ഒരു കാലം നിങ്ങൾക്കുണ്ടായിരുന്നു. ഇന്നത്തിരി സമ്പത്തൊക്കെ ആയപ്പം പഴയ വഴികളൊക്കെ മറന്നുപോയി. ഏത് ഭവനത്തിലാണോ ആട്ടുകല്ലുള്ളത് ആ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. 4, ആരുടെ വീട്ടിലാണോ മണ്ണ് കൊണ്ടുണ്ടാക്കിയ കറിച്ചട്ടിയുള്ളത് ആ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഏത് വീട്ടിലാ ഉള്ളേ? ഏത് വീട്ടിലാ ഉള്ളേ? ഗ്യാസ് വന്നപ്പോ കുറെയൊക്കെ പോയി. ഇപ്പൊ പിന്നെ എല്ലാം കരണ്ടിന്റെ കാലമാണല്ലോ. ഇപ്പൊ ഇങ്ങോട്ട് കുത്തിയാ മതിയല്ലോ. ഇപ്പൊ എല്ലാം ഏത് വീട്ടിലാ കറിച്ചട്ടി? അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഈ 4 കാര്യം ഏത് ഭവനത്തിലുണ്ടോ ആ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാവിലെ ചന്തയിലും കാണാൻ പോയിട്ട്, ആലുവ ചന്ത മാർക്കറ്റിലും കാണാൻ പോയിട്ട് വാങ്ങിച്ചു കയറ്റി. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ഖബറിഞ്ഞിരിക്കുന്ന 1ാമത്തെ മനുഷ്യൻ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, 5 നേരം നിസ്കരിക്കാത്തവനെ ഖബറിഞ്ഞിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 2 അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, അള്ളാന്റെ റസൂല് പറയുന്നു, ഇന്നൽ മയ്യിത യുഅദ്ദിബു ഫീ ഖബരിഹി ബിബഖാഇ അഹ്ലിഹി. അള്ളാന്റെ റസൂല് പറയുകയാണ്, മരിച്ച വീട്ടിലിരുന്ന് കരയുന്നവരുണ്ടല്ലോ. വാപ്പ മരിക്കും, ഉമ്മ മരിക്കും, മക്കള് മരിക്കും. നമ്മളെ കൊണ്ട് സഹിക്കാൻ കഴിയൂല, ആരെ കൊണ്ടും താങ്ങാൻ കഴിയൂല. പക്ഷേ മരിച്ച വീട്ടിലിരുന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ കരച്ചിലുണ്ടല്ലോ. മുടിയെല്ലാം അടിച്ചിട്ട് ഔറത്ത് പോലും മറയ്ക്കാതെ എന്റെ പ്രിയപ്പെട്ടവരിരുന്ന് കരഞ്ഞു വിളിച്ചു പോകുമ്പോൾ മയ്യത്തെടുക്കുന്ന സമയത്ത് എന്തൊരു കരച്ചിലാണ്, എന്തൊരു കൂവലാണ്, എന്തൊരു വേദനയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഇന്നൽ മയ്യത യുഅദ്ദിബു ഫീ ഖബരിഹി ബിബഖാഇ അഹ്ലിഹി. മരിച്ച വീട്ടിലിരുന്ന് കരയുന്നവരെ, അട്ടഹസിച്ച് കരയുന്നവരെ, നീ കരഞ്ഞതിന്റെ പേരിൽ ആ മയ്യത്തിനെ ഖബറിലൊരുക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തരികയാ, 3ാമതായി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3ാമതായി ഖബറിനൊരുക്കുന്ന വിഭാഗമേതെന്നറിയുവോ? അല്ലാഹുവിന്റെ റസൂലിനോട് തന്റെ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഖബറിനൊരുക്കുന്ന 3ാമത്തെ വിഭാഗമേതാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബാ, മറ്റുള്ളവന്റെ പച്ചയിറച്ചി തിന്നുന്നവനുണ്ടല്ലോ. ഒരു സഹോദരൻ, ഒരു മുസ്ലിമായ സഹോദരന്റെ പച്ചയിറച്ചി തിന്നുന്നവനുണ്ടല്ലോ, അവനെ കുറിച്ച് അപവാദങ്ങളും പരിഹാസങ്ങളും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പരത്തുന്നവര്, നീ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിച്ചാൽ നിന്നെ പള്ളിക്കാട്ടിൽ കൊണ്ടുവെക്കുമ്പോ ഖബറിനൊരുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. മറ്റുള്ളവനെ കുറിച്ച് ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുക, മറ്റുള്ളവരെ കുറിച്ച് അപവാദങ്ങളും പരിഹാസങ്ങളും ഇല്ലാത്ത കാര്യങ്ങളും പറഞ്ഞ് നാണം കെടുത്ത നമുക്കതൊരു സ്വഭാവം. ഇവിടെ എല്ലാരും കണക്കാ. അവിടെ ആലിമെന്നോ ജാഹിലെന്നോ ഇല്ല. താടിയുള്ളവനുമുണ്ട്, നിസ്കാര തഴമ്പുള്ളവനുമുണ്ട്, മീൻ കച്ചവടം ചെയ്യുന്നവനുമുണ്ട്, ചായക്കടക്കാരനുമുണ്ട്. എല്ലാരും കണക്കാ. എല്ലാവരും ഈ വിഷയത്തിൽ കണക്കാ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ.
അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആൻ പറയുക, നീ ആരെങ്കിലും ഇപ്പൊ ഈ വാട്സപ്പിന്റെ കാലമാണല്ലോ, ഒരു വാർത്ത അങ്ങോട്ട് കിട്ടി, അത് സത്യാവുന്ന ഒന്നുമില്ല, അപ്പോഴേ സെൻഡ് ചെയ്യാം. ഒരു കാര്യം ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞ് എന്തിനീ ഉപ്പമാരുടെ കാര്യം തന്നെ നോക്ക്. വേച്ച് നടന്ന് പള്ളിയിൽ വന്ന് നിസ്കരിക്കും. നിസ്കാരം കഴിഞ്ഞിട്ട് ആ പള്ളിയുടെ ഗേറ്റ് കിടക്കുന്നതിന് മുമ്പേ നിസ്കരിച്ച പ്രതിഫലം ആർക്കെങ്കിലും കൊടുത്തിട്ട് ഇറങ്ങിപ്പോകും. സമാധാനം വരണമെങ്കിൽ എങ്ങനെ? പള്ളിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോ തന്നെ പടിയിൽ ഇരുന്നിട്ട് പറയും, ഇമാം അങ്ങാരിപ്പം വല്ലാത്ത ലീവാ, എവിടെ പോകുന്നെന്ന് അറിയത്തില്ല, ഒന്ന് ഇമാമിന് അല്ലെങ്കിൽ മോദിന് അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുത്തിട്ടേ പോകും. നമ്മുടെ ഒരു സ്വഭാവം. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ ഖുർആൻ പറയാ, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനൂ അൻ തുസീബൂ ഖൗമൻ ബിജഹാല ഫതുസ്ബിഹൂ അലാ മാ ഫഅൽതും നാദിമീൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ച കൂട്ടര്, ഇൻ ജാഅകും ഫാസിഖുൻ, ഒരു വൃത്തികെട്ടവനുണ്ടല്ലോ, അവന് പള്ളിയിലെ ഖത്തീബാകാ, പള്ളിയിലെ സെക്രട്ടറിയാകാ, നാട്ടിലെ പ്രമാണിയാകാ, അവന് ഹാജിയാരാകാ, അവന് തസ്ബീഹ് പിടിച്ചു നടക്കുന്നവരാകാ, ഫർദ് ധരിച്ചവരാകാ, അവരാരുമാകട്ടെ ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനൂ അൻ തുസീബൂ ഖൗമൻ ബിജഹാല ഫതുസ്ബിഹൂ അലാ മാ ഫഅൽതും നാദിമീൻ. ആരെങ്കിലും കുറിച്ച് നിന്റെ അടുക്കൽ വന്ന് എന്തെങ്കിലും പറഞ്ഞു തരുമ്പോ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ ആരോടും നീ പറയല്ലേ. അല്ലാതെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ നാട്ടുകാരുടെ മുന്നിൽ മുഴുവനും പറഞ്ഞ് പാവപ്പെട്ടവനെ നാണം കെടുത്തിയിട്ട് അവസാനം നീ പറഞ്ഞത് തെറ്റാണെന്ന് തോന്നുമ്പോ നിന്റെ കൈവായിക്കകത്തിട്ട് കടിക്കേണ്ടി വരുമെന്ന് ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സ്വഭാവം ഒരിക്കലും നല്ലതല്ല. ഇത് നിസാരമായി കാണേണ്ടതല്ല, ഇത് നിസാര തെറ്റല്ല, തമാശ പറഞ്ഞുകൊണ്ട് കളയാറുള്ളതല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഈ സദസ്സിലിരിക്കുന്ന ആരെങ്കിലും കള്ളു കുടിച്ചിട്ടുണ്ടെങ്കിൽ പൊന്നുമോളെ നീ പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്താ അള്ളാഹു നിനക്ക് പുറത്തു തരും. ചെറുപ്പക്കാരാ, വ്യഭിചരിച്ചവനുണ്ടോ അവൻ ഇന്നത്തെ രാത്രി ഈ സദസ്സിലിരുന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ അള്ളാഹു അവന് പുറത്തു കൊടുക്കുകയാണ്. പലിശ തിന്നവരാരെങ്കിലുമുണ്ട്, ഹറാമുകൾ ചെയ്തവനാരെങ്കിലുമുണ്ട്, എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും അവൻ അല്ലാഹുവിന്റെ മുന്നിൽ, പടച്ചവരെ ഇനി ഞാൻ ചെയ്യില്ല പടച്ചവരെ, അള്ളാഹുവിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്താ പടച്ചവൻ പുറത്തു കൊടുക്കും. പക്ഷേ അള്ളാഹു പുറത്തു കൊടുക്കാത്തവരുണ്ട്. കള്ളുകുടിയനേക്കാൾ, വ്യഭിചാരിയേക്കാൾ, പലിശക്കാരേക്കാൾ, വൃത്തികെട്ട ജീവിതം നയിക്കുന്നതിനേക്കാൾ വൃത്തികെട്ട ഒരുത്തൻ ഈ സദസ്സിലുണ്ട്. അവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കൂല. അവൻ കഅബയുടെ മുന്നിൽ പോയി ദുആ ചെയ്താൽ, ഹജറുൽ അസ്വദ് കെട്ടിപ്പിടിച്ച് ദുആ ചെയ്താൽ, അവന് കോടികളെ സദഖ കൊടുത്താൽ, എത്ര പള്ളി കെട്ടിക്കൊടുത്താൽ, എത്ര നിസ്കാരത്തിടമ്പുള്ളവരാണെങ്കിലും അല്ലാഹു അവന്റെ ദുആ സ്വീകരിക്കൂല. ആരെന്നറിയുമോ? മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഈ പാതിരാത്രിയിൽ ഒരുമിച്ച് കൂടിയ ആയിരക്കണക്കിന് ആൾക്കാർ ഏറ്റവും വലിയ വൃത്തികെട്ടവനാരെന്നറിയുമോ? മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്തേക്ക് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്തേക്ക് കരഞ്ഞു വിളിച്ചുകൊണ്ട് ഓടി വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിനകത്ത് കരഞ്ഞുകൊണ്ട് ഓടി വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകരാ കാഴ്ച കണ്ടിട്ട് അവിടെ നിന്ന് ചോദിച്ചു, ഉമറേ എന്തിനാ കരയുന്നത്? ആരാണ് നിന്നെ വേദനിപ്പിച്ചത്? അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുമ്പോൾ അവിടെ നിന്ന് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. ആ ചെറുപ്പക്കാരന്റെ കരച്ചിൽ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല യാ റസൂലല്ലാഹ്.
അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്ന് പറയുമ്പോൾ പ്രവാചകൻ അത്ഭുതമാകുകയാണ്. കിസ്റയെയും കൈസരെയും നിറപ്പിച്ച ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല ഒരു ചെറുപ്പക്കാരന്റെ കരച്ചിൽ കണ്ടിട്ട് കരഞ്ഞുപോയാൽ അതാരെന്നറിയണമല്ലോ. അള്ളാന്റെ റസൂൽ ആ ചെറുപ്പക്കാരനെ വിളിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ വീടിനകത്തേക്ക് വിളിക്കുകയാണ്. അവിടുന്ന് ചോദിച്ചു, പൊന്നുമോരേ, കരയാൻ തുടങ്ങിയിട്ട് നാളുകളായല്ലോ, എന്തേ നീ ഇങ്ങനെ നിന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നത്? എന്ത് തെറ്റാ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയത്? അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുമ്പോൾ അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്റെ ജോലി എന്തായിരുന്നെന്നറിയുവോ നബിയേ? എന്റെ ജോലി എന്തായിരുന്നെന്നറിയുവോ നബിയേ? എന്റെ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ തുണിഞ്ഞ പള്ളികൾ കൊണ്ടുപോയി 6 അടി മണ്ണിനകത്തേക്ക് മയ്യത്തിറക്കി വെച്ച് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. എല്ലാവരും പിടിമണ്ണ് വാരി കബറിനകത്തേക്ക് ഇട്ടിട്ട് കബറിന്റെ ചാരത്ത് നിന്ന് മടങ്ങി പോകുമ്പോ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആ കബറിന്റെ മുകളിൽ ഞാനൊരടയാളം വെക്കും നബിയേ. എന്നിട്ട് തന്റെ വീട്ടിലേക്ക് നടന്നു പോവുകയാണ്. പാതിരാത്രി ജനങ്ങൾ മുഴുവനും ഉറങ്ങിക്കഴിയുമ്പോൾ മണ്ണ് കുഴിക്കുന്ന ആയുധമെടുത്തുകൊണ്ട് അടയാളം വെച്ച കബറിന്റെ ചാരത്തേക്ക് പാതിരാത്രിയുടെ നിശബ്ദതയിൽ കിടന്നു പോവുകയാണ്. മണ്ണുകൾ വെട്ടിമാറ്റുകയാ. കബറിന്റെ ഓരത്ത് ചെന്നിട്ട് മണ്ണുകൾ വെട്ടിമാറ്റുകയാ. പലകകൾ കഷ്ണങ്ങൾ എടുത്തു മാറ്റുകയാണ്. എന്നിട്ട് കബറിനകത്തിറങ്ങുകയാണ്. ആ കബറിനകത്ത് കിടക്കുന്ന മയ്യത്തുണ്ടല്ലോ, അന്നുകൊണ്ട് കബറടക്കിയ ആ മയ്യത്തിന്റെ ശരീരത്ത് ധരിപ്പിച്ചിരിക്കുന്ന കഫൻ തുണിയുണ്ടല്ലോ, ആ വെള്ളത്തുണികൾ ഓരോന്നായി അടിച്ചു മാറ്റുകയാ. ഓരോ കഫൻ തുണിയും അടിച്ചു മാറ്റുകയാണ്. ആ കഫൻ തുണി മൂട്ടിക്കുകയാണ്. കഫൻ തുണികൾ അടിച്ച് കബറിന്റെ മുകളിൽ കയറി പലകകളെടുത്ത് നിരത്തിയിട്ട് മണ്ണിട്ട് മൂടിയിട്ട് തന്റെ വീട്ടിൽ കൊണ്ടുപോയി കടിക ശുദ്ധിയാക്കി പട്ടണത്തിൽ കൊണ്ട് വിൽക്കുന്ന ജോലിയാരഭിയേ. എന്റെ നാട്ടിലെ കബറിസ്ഥാനിൽ കിടക്കുന്ന എത്രയോ മയ്യത്തുകൾ നഗ്നരാരഭിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തിരുന്ന് കരന്നുകൊണ്ട് പറയുമ്പോൾ അവിടുന്ന് പറയുന്ന, ചെറുപ്പക്കാരാ, അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്നവരെ അല്ലാഹു നിനക്ക് പുറത്തു തരുമെന്ന് ലോകത്തിന്റെ നേതാവ് പറഞ്ഞു കൊടുക്കുമ്പോ ആ ചെറുപ്പക്കാരൻ പിന്നെയും സുജൂദിൽ കിടന്ന് കരയുകയാണ്. തന്റെ മുഖം പൊത്തിയിട്ട് കുനിഞ്ഞിരുന്ന് കരയുമ്പോൾ അവിടുന്ന് ചോദിച്ചു, ചെറുപ്പക്കാരാ, എന്തിനാ കരയുന്നത്? എന്തിനാ ഇനിയും നീ കരയുന്നത്? അവിടുന്ന് പറയുന്ന, നബിയേ, ഈ പാപമല്ല നബിയേ, ഈ പാപമല്ല നബിയേ, ഇതിനേക്കാളും കൊടുംപാപം ചെയ്തവരാ, ഇതിനേക്കാളും കൊടുംപാപം ചെയ്തവരാ. അല്ലാഹു എനിക്ക് പുറത്തു തരുവോ യാ റസൂലല്ലാഹ്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ചോദിച്ചു, പൊന്നുമോരെ, എന്ത് പാപമാ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? അവിടുന്ന് കരഞ്ഞുകൊണ്ട് പറയുന്ന, നബിയേ, എന്റെ നാട്ടിലൊരു സാലിഹത്തായ പെണ്ണ് മരിച്ചു നബിയേ. ഏത് ചെറുപ്പക്കാരനും കണ്ടാൽ ആഗ്രഹിച്ചു പോകുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നുപോയ ഒരു സുന്ദരിയായ പെണ്ണ് മരിച്ചു നബിയേ. ആ പെണ്ണിന്റെ മയ്യത്ത് കൊണ്ട് പള്ളിക്കാട്ടിൽ കൊണ്ട് കബറടക്കുകയാണ്. കബറടക്കിയിട്ട് കബറിന്റെ മുകളിൽ അടയാളം വെച്ചിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാ. പാതിരാത്രിയുടെ നിശബ്ദതയിൽ എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ അടയാളം വെച്ച കബറിന്റെ ചാരത്തേക്ക് കടന്നു ചെന്നിട്ട് മണ്ണുകളെ വെട്ടിമാറ്റാൻ തുടങ്ങി പലകളെടുത്ത് മാറ്റുകയാണ്. കബറിനകത്തേക്ക് ഇറങ്ങിയിട്ട് ആ സുന്ദരിയായ പെണ്ണിന്റെ ശരീരത്തിരുന്ന കഫൻ തുണികൾ ഞാൻ അടിച്ചെടുത്തിയ അല്ലാഹുവിന്റെ പ്രവാചകരോട് പറയുകയാ, കഫൻ തുണി മൂട്ടിച്ചിട്ട് പലകളെടുത്ത് നിർത്തി മണ്ണിട്ട് മൂടിയിട്ട് മീസാങ്കല്ലുകൾ നിരത്തി വെച്ചിരിക്കുന്ന മൈലാഞ്ചി ചെടികളുള്ള പള്ളിക്കാട്ടിലൂടെ പാതിരാത്രിയിൽ മടങ്ങിപ്പോവുകയാണ്. ആ ചെറുപ്പക്കാരൻ മടങ്ങിപ്പോവുകയാ. കുറച്ചൊന്ന് മുന്നോട്ട് ചെന്നു കഴിഞ്ഞപ്പോ കരന്നുകൊണ്ട് തന്റെ തലയിലേക്ക് മണ്ണ് വാരിയിട്ടിട്ട് ആ ചെറുപ്പക്കാരൻ പറയുന്ന, നബിയേ,
കബറിനകത്ത് കിടക്കുന്ന പെണ്ണിന്റെ ശരീരം എന്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നു നബിയേ. എനിക്ക് വികാരം തോന്നി നബിയേ, എനിക്ക് വികാരം തോന്നി നബിയേ. കബറിന്റെ ഭാഗത്തേക്ക് ഓടുകയാണ്. പാതിരാത്രിയിലെ മയ്യത്തടക്കിയ പെണ്ണിന്റെ കബറിന്റെ ചാരത്ത് ചെന്നിട്ട് രണ്ടാമതും മണ്ണുകൾ വെട്ടി മാറ്റുകയാ, രണ്ടാമതും മണ്ണുകൾ വെട്ടി മാറ്റുകയാ, പലകകളെടുത്ത് മാറ്റുകയാണ്. സുബ്ഹാനല്ലാഹ്. കബറിനകത്തേക്ക് ഇറങ്ങിയിട്ട് ആ കബറിനകത്ത് ഒരു നൂൽബന്ധം പോലുമില്ലാതെ മരിച്ചു കിടക്കുന്ന പെണ്ണിന്റെ മയ്യത്തിന് ഞാൻ കബറിലിട്ട് വ്യഭിചരിച്ചു യാ റസൂലല്ലാഹ്. ബോധംകെട്ട് വീഴുകയാ. കബറിനകത്ത് കിടന്ന് മയ്യത്തിനെ വ്യഭിചരിച്ചെന്ന് കേൾക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. പ്രവാചകന്റെ കൈകാലുകൾ വിറക്കുകയാണ്. എന്തൊരു പാപവാ, എന്തൊരു പാപവാ. ഈ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയേ യാ റസൂലല്ലാഹ് ഫഹല്ലി മിനത്തൗബാ, അല്ലാഹു എനിക്ക് പുറത്തു വരുമോ നബിയേ? മയ്യത്തിനെ കബറിനകത്തിട്ട് വ്യഭിചരിച്ചവരാണ് യാ റസൂലല്ലാഹ്. അല്ലാഹു എനിക്ക് പുറത്തു വരുമോ എന്ന് ലോകത്തിന്റെ നേതാവിന്റെ മുന്നിൽ നിന്ന് കരന്നുകൊണ്ട് ചോദിക്കുമ്പോൾ അവിടുന്ന് പറയുന്ന, ചെറുപ്പക്കാരാ, രാത്രിയിൽ നിസ്കരിച്ചിട്ട് കരന്നുകൊണ്ട് തൗബ ചെയ്യുമേറേ, അല്ലാഹു നിനക്ക് പുറത്തു വരുമെന്ന് പറഞ്ഞ് ആ ചെറുപ്പക്കാരനെ മടക്കി വിടുമ്പോൾ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ബോധം വന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയേ എന്ത് വലിയ അപരാധമാ നബിയേ, അല്ലാഹു ഇവനെ പുറത്തു കൊടുക്കുവോ നബിയേ, അല്ല ഇവനെ പുറത്തു കൊടുക്കുവോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഉമരേ ഇവൻ അല്ലാഹുവോട് തൗബ ചെയ്താ പടച്ചവന് പുറത്തു കൊടുക്കും. പക്ഷേ ഒരുത്തനുണ്ടല്ലോ, അവൻ അല്ലാഹുവോട് കരഞ്ഞു ദുആ ചെയ്താൽ അല്ലാഹു പുറത്തു കൊടുക്കൂല ഉമരേ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അവരാരാ നബിയേ, അവരാരാ നബിയേ? ഈ പാതിരാത്രിയിൽ ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, പ്രത്യേകിച്ച് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മറ്റുള്ളവന്റെ പച്ചയിറച്ചിരിങ്ങുന്നവരുണ്ടല്ലോ, പാവപ്പെട്ടവരെ കുറിച്ച് ആവശ്യമില്ലാത്തത് പറഞ്ഞ് നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തിയിട്ട് നീ കഅബയിൽ പോയിട്ട് കാര്യമില്ല, നീ പള്ളി കെട്ടിക്കൊടുത്തിട്ട് കാര്യമില്ല, നീ കോടികളെ സദഖ കൊടുത്തിട്ട് കാര്യമില്ല. ആരെ കുറിച്ചാണോ പറഞ്ഞത് അവന്റെ കാല് പിടിച്ച് പൊരുത്തം ചോദിക്കോ, നിന്റെ ഒരു ദുആയും അല്ലാഹു സ്വീകരിക്കില്ലെന്ന് നബിയുനാ ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. പള്ളിയിലെ ഹത്തീബിനെ കുറിച്ച് ആവശ്യമില്ലാത്തത് മുഴുവനും പറഞ്ഞു പരത്തി ആ പാവപ്പെട്ടവനെ ഇവിടെ നാണം കെടുത്തിയിട്ട് ഇയാൾ ഹജ്ജിന് പോയിരിക്കുക. അവിടെ പോയിട്ട് എണ്ണ കിട്ടാനാ? ഇവിടെ പോയിട്ട് ഒന്നും കിട്ടൂല. ഹജറുൽ അസ്വദ് കെട്ടിപ്പിടിച്ച് ദുആ ചെയ്തിട്ടും കാര്യമില്ല. നിന്റെ ദുആ സ്വീകരിക്കണമെങ്കിൽ ആദ്യം പള്ളിയിലെ ഹത്തീബിനോട് വന്നിട്ട്, ഉസ്താദെ ഞാൻ അറിയാതെ പറഞ്ഞു പോയി ഉസ്താദെ, നിങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു, പൊരുത്തപ്പെടും. പൊരുത്തം ചോദിക്കാതെ നിനക്ക് സ്വർഗമില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, മരിച്ചുപോയി. ജീവിച്ചിരിക്കുന്നവരോട് പൊരുത്തം ചോദിക്കണം. ജീവിച്ചിരിക്കുന്നവൻ അറിഞ്ഞവൻ, നിനക്കറിയാം, പോയി അയാളോട് പറയണം, ഞാൻ ഇന്നത് പറഞ്ഞു, എനിക്ക് പൊരുത്തപ്പെട്ടു. മരിച്ചുപോയി ആ മനുഷ്യൻ മരിച്ചുപോയി എങ്കിൽ ആ മനുഷ്യന് വേണ്ടി സദക്ക ചെയ്തിട്ട് ആ പാവപ്പെട്ടവന് പുറത്തുകൂടെ ആ പാവപ്പെട്ടവന് വേണ്ടി ദുആ ചെയ്യണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. നീ പറഞ്ഞുകൊണ്ട് നടന്ന ആളെന്ന് പള്ളിക്കാട്ടില്ല, പൊരുത്തം ചോദിക്കാൻ പറ്റൂല. അപ്പൊ എന്ത് ചെയ്യണം? ആ മനുഷ്യന്റെ പേരിൽ സദക്ക കൊടുത്തിട്ട് അദ്ദേഹത്തിന് അല്ലാഹു സ്വർഗം കൊടുക്കാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഖബറിനിരിക്കുന്ന മൂന്നാമത്തെ വിഭാഗം മറ്റുള്ളവനെ കുറിച്ച് അപവാദവും പരിഹാസവും പറഞ്ഞുകൊണ്ട് നടക്കുന്നവൻ, അവനെ ഖബറിനിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നാലാമത്തെ വിഭാഗം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു മുടി നരച്ചു, പെയിന്റ് അടിച്ചുകൊണ്ട് നടക്കുക, കറുപ്പിക്കുക, മുടി കറുപ്പിക്കുക, താടി കറുപ്പിക്കുക, അല്ലേ? നീയൊക്കെ ഒന്നുവിടുത്താൽ ശരിയാകൂ, ജനാപത്ത് കുളിച്ചാൽ ശരിയാകൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുടി കറുപ്പിക്കുന്നവർ, നേരെ ചൊവ്വ ഒന്നുവെടുക്കാത്തവർ, അവരെ ഖബറിനിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പ്രായമായി മുടിയൊക്കെ നരച്ചപ്പോ പെണ്ണുപിള്ള പറയും, കാക്ക നരച്ചു തുടങ്ങി, വെട്ടണ്ട പറിച്ചു കളഞ്ഞേക്ക, അല്ലേ?
പ്രിയപ്പെട്ടവന് ഒരുപാടായി കഴിയുമ്പോൾ പിന്നെ പെയിന്റ് വാടി അടിച്ചിട്ട് നടക്കുക, പ്രായം മറക്കുക, ഇത്രയൊക്കെ ആയാലും അല്ലാഹുവേ ശരീരത്ത് മുടി നരച്ചു കളഞ്ഞാല് അത് ഒരു അഭിമാനമാണ്. മഹാനായി മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം നോക്കുമ്പോ താടിയിലൊരു രോമം നരച്ചിരിക്കുക. രാവിലെ കണ്ടപ്പോ അള്ളാഹിനോട് ചോദിച്ചു, പടച്ചനെ എന്താ അള്ളാഹ് ഒരു മുടി ഇങ്ങനെ? അള്ളാഹുവിന്റെ റസൂല് പറയുന്ന മൂസാ നബിയോട് അള്ളാഹു പറഞ്ഞു, വഖാറു യാ മൂസ, മൂസ അത് നിന്റെ ഗാംഭീര്യമാണ്. അള്ളാഹും സിദിനി വഖാറ, പടച്ചവൻ എനിക്കൊന്ന് കൂട്ടിത്തരണേ. താടിയിൽ ഒരു രോമം നരച്ചപ്പോ അത് അഭിമാനം വന്ന പടച്ച കൂട്ടിത്തരാൻ ദുആ ചെയ്തു. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, തന്റെ താടിയിലോ തന്റെ തലയിലോ ഒരു രോമം നരച്ചിട്ട് ആ രോമത്തെ നല്ല രീതിയിൽ നോക്കി എന്റെ മരണം അടുത്തു എന്ന ചിന്തയോടെ ആരെങ്കിലും നടന്ന പരലോകത്ത് ചെല്ലുമ്പോ ആ മുടി പ്രകാശിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. ഖബറിഞ്ഞെടുക്കുന്ന അഞ്ചാമത്തെ വിഭാഗം മലമൂത്ര വിസർജനം നടത്തിയിട്ട് നല്ല രീതിയിൽ വൃത്തിയാക്കാത്തവനുണ്ടല്ലോ, അവനെ ഖബറിഞ്ഞെടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. വണ്ടിയിൽ സഞ്ചരിക്കുക, റോഡിലൂടെ ഒക്കെ പോകാൻ, നട റോഡിൽ നിന്നങ്ങ് മൂത്രമൊഴിക്കുക ഒന്നുമില്ലല്ലോ. പാൻ്റൊക്കെ ഇട്ടിട്ട് കുട്ടികളൊക്കെ സ്കൂളുകളിൽ പോകുന്നവർ അവരൊന്നും വൃത്തിയാക്കുന്ന രീതിയിൽ നല്ല രീതിയിലുള്ള ഓടിച്ചാടി നടക്കുക, മലമൂത്ര വിസർജനം നടത്തിയിട്ട് വൃത്തിയാക്കാത്തവർ. പള്ളിയിൽ പോകുമ്പോൾ ഓരോ വാപ്പന്മാര് മൂത്രപ്പുരയിൽ ഇരുന്ന് ചുമയ്ക്കുന്നു, എഴുന്നേക്കുന്നു, ഇരിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തേടാ കളിയാക്കും. എന്റെ പ്രിയപ്പെട്ട ഇവനം പോകുന്നതിനേക്കാളും സ്പീഡിലാണ് തിരിച്ചിറങ്ങി വരുന്നത്. മലമൂത്ര വിസർജനം നടത്തിയിട്ട് നല്ല രീതിയിൽ വൃത്തിയാക്കാത്ത മനുഷ്യനെ ഖബറിഞ്ഞെടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂല് പറയുന്ന ഈ 5 വിഭാഗം ആൾക്കാരെയാണ് ഖബർ വാരിയെല്ലുകൾ കോർക്കുന്ന രീതിയിൽ ഞെരുക്കുന്നതെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഇനി ഖബർ ഞെരുക്കുന്ന രണ്ടാമത്തെ വിഭാഗം ഉമ്മ കുഞ്ഞിന്റെ തലയിൽ തലോടുന്നത് പോലെ അവരെ ഖബർ ഞെരുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അല്ലാഹു ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സമയം 10:30 സമയത്രായി 10:30 11 മണിക്ക് നിർത്താന്ന് പറഞ്ഞു. ഒരു ബക്കറ്റ് പിരിവൻ നടത്തി ഒരു 3 സ്വലാത്തും പറഞ്ഞ് ദുആ ചെയ്താൽ 11 മണിയാകും. നിർത്തിയാലോ? വാക്ക് പറഞ്ഞാൽ പാലിക്കണമല്ലോ. വാക്ക് പറഞ്ഞാൽ പാലിക്കണം. 11 മണിക്ക് നിർത്താൻ കൈവെക്കാൻ പറഞ്ഞപ്പോ എല്ലാരും പൊക്കി, പൊക്കാത്തവനെ കുറ്റവും പറഞ്ഞു. പൊക്കാൻ പറഞ്ഞപ്പോ പലരും പൊക്കി, അവന് വേണ്ടി ദുആ ചെയ്തു, പൊക്കാത്തവനെ കുറ്റവും പറഞ്ഞു. എന്നിട്ട് ഞാൻ നിർത്തിയില്ലെങ്കിലോ? നമ്മുടെ വാപ്പയും ഉമ്മയും ആദിപിതാവായ ആദം നബി അലൈഹിസ്സലാമും ഹവ്വാ ബീവിയും ഒറ്റ ഒരു വാക്ക് പറഞ്ഞിട്ട് പാലിക്കാത്തതിന്റെ പേരിൽ ആ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. ഒരു വാക്ക് പാലിക്കാത്തതിന്റെ പേരിൽ ആ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. ഉടുതുണി പോലും അല്ലാഹു കൊടുത്തില്ലല്ലോ. ഉടുതുണി പോലും കൊടുത്തില്ല. സ്വർഗത്തിലെ വസ്ത്രം പോലും അല്ലാഹു കൊടുത്തില്ല. അപ്പോ ഞാൻ നിങ്ങളോട് ഇത്രയും പേരോടും വാക്ക് പറഞ്ഞിട്ട് 11 മണിക്ക് നിർത്തിയില്ല. ഞാൻ നാളെ പരലോകത്ത് ചെല്ലുമ്പോ അല്ലാഹ് എന്റെ കയറി പോടാ സിറാജ പോടാ എന്ന് പറഞ്ഞ് എന്നെ കാണാൻ സ്വർഗത്തിൽ പറഞ്ഞു വിട്ടാൽ നിങ്ങളെല്ലാം കൂടെ വലിച്ചു തറയിടുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എന്ത് ചെയ്യണം? പ്രസംഗിക്കണം, നിർത്തണം. എന്തുവാ ചെയ്യണം? പറ മനുഷ്യരെ. ബാക്കിയും കൂടെ പറയണമെന്ന് ആഗ്രഹമുള്ളവരെന്ന് കൈ പൊക്കിക്ക്. ഭൂരിഭാഗം പേര് പൊക്കിയാ പറ. കൈ താഴ്ത്തല്ലോ, ഒന്ന് പൊക്കിക്ക്. ഞാൻ പൈസ ചോദിക്കുമ്പോൾ ഇതുപോലെ പൊക്കണം. എന്നാ ഇത് കൈ ഇത്ര പൊങ്ങിനേക്കാളും സ്പീഡിൽ താന്നല്ലോ. ഇത് മനുഷ്യൻ തരൂല്ലേ? ഉസ്താദ് എല്ലാരും പിഴിഞ്ഞു വെച്ചിരിക്കുകയായിരിക്കും. ഉസ്താദ് 2 ദിവസം പിഴിഞ്ഞു വെച്ചിരിക്കുക. ഞാൻ ഇനിയിപ്പോ എന്ത് പിഴിയാന് അല്ലേ? പക്ഷെ അതെങ്കിലും ഞാനൊരു ചെറിയ സദക്ക ചോദിക്കാൻ തരൂല്ലേ മനുഷ്യന്മാരെ? എന്റെ പൊന്നനിയാൻ കൊടുത്തില്ലെങ്കിലും പ്രതിഫലം കിട്ടും. ഇൻഷാ അല്ലാഹ് പറ. ഇൻഷാ അല്ലാഹ്. പള്ളിക്കാട്ടിൽ പോകുമ്പോ കൊണ്ടുപോകേണ്ട 5 കാര്യം. 11:30 സമയം, 11 മണി, 11:15. ഇൻഷാ അല്ലാഹ്. അതിനപ്പുറം എന്തായാലും പോകില്ല, പേടിക്കണ്ട. എന്തായാലും 11:30 പോകില്ല, ആരും പേടിക്കണ്ട. ഇൻഷാ അല്ലാഹ് എളുപ്പം നിർത്താം, പറ്റുന്നത്ര പറഞ്ഞു നിർത്താം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പള്ളിക്കാട്ടിൽ പോകുമ്പോ മണിയറയ്ക്കകത്ത് കിടന്നുറങ്ങാൻ ആഗ്രഹമുണ്ടോ? സ്വർഗത്തിന്റെ വിരിപ്പില്, സ്വർഗത്തിലെ സ്വർണത്തിന്റെ വിരിപ്പിനകത്ത് കിടന്നുറങ്ങാൻ ആഗ്രഹമുണ്ടോ? സ്വർഗത്തിന്റെ കവാടം കാലിന്റെ ഭാഗത്ത് രാവിലെ സുബഹി കഴിയുമ്പോഴും അസർ നിസ്കാരം കഴിയുമ്പോഴും ഒരു മലക്ക് വന്നിട്ട് തുറന്നു കാണിക്കുക. കണ്ണെത്താ ദൂരത്തിലേക്ക് വിശാലമായ കബർ. നീ ധരിച്ചിരിക്കുന്ന കഫൻ തുണി പോലും ഒന്ന് കീറൂല. നീ ധരിച്ചിരിക്കുന്ന കഫൻ തുണി പോലും കീറാതെ ഇരിക്കാൻ പള്ളിക്കാട്ടിലേക്ക് പോകുമ്പോ 5 കാര്യവും കൊണ്ടുപോകണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൊണ്ടുപോകൂലേ?
എല്ലാവരും ഒന്ന് എഴുന്നേറ്റെ. ചില ആൾക്കാർ ഇരിക്കണുണ്ടാ വിചാരിക്കും 9.5 മാസമായി ഇപ്പം പ്രസവിക്കും. അതുപോലെ ആണുങ്ങൾ ഇരിക്കണം. ഇപ്പൊ പ്രസവിക്കാനിരിക്കണ വാപ്പം വലുത് എന്തിങ്ങനെ ഇങ്ങനെ എന്നാ മോള് ഉഷാറല്ലേ ഇനി ഉഷാറി ഉഷാറ വാലെന്ന് പറഞ്ഞാൽ ഉഷാറായിട്ട് നിങ്ങൾ ആവശ്യപ്പെട്ട ഒഴിഞ്ഞ് എഴുന്നേക്കണ്ടായിരുന്നു, പോയി തുടങ്ങി. അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകൻ നമുക്ക് പറഞ്ഞു തരികയാണ്, പള്ളിക്കാട്ടിലേക്ക് കടന്നു പോകുന്ന സമയത്ത് കൊണ്ടുപോകാറുള്ള 5 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യമെന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരാ ഖബർ പറഞ്ഞു തരികയാണ്, അനബൈതുൽ ഉൽമാ. പള്ളിക്കാട് നമ്മളോട് പറഞ്ഞു തരുന്നത്, ഓരോ കബറാളിയെയും ഓരോ മയ്യത്തും പള്ളിക്കാട്ടിൽ കൊണ്ട് കബറടക്കുന്ന സമയത്ത് നിന്റെ ചാരത്തിരിക്കുന്ന കബർ നിന്നോട് പറഞ്ഞു തരുന്ന ഒന്നാമത്തെ കാര്യമെന്താ? എന്റെ ചെറുപ്പക്കാരാ, അനബൈതുൽ ഉൽമാ. എന്റെ വീടിനകത്ത് വല്ലാത്ത ഇരുളാണ് പൊന്നുമോനെ, എന്റെ വീടിനകത്ത് വല്ലാത്ത ഇരുളാണ് ചെറുപ്പക്കാരാ. അതുകൊണ്ട് വരുന്ന സമയത്ത് ഒരു വെളുക്കെങ്കിലും നീ കൊണ്ടുവരണേ ചെറുപ്പക്കാരാ. ഒരു മിന്നാമിനിങ്ങിയുടെ പ്രകാശമെങ്കിലും എന്റെ കബറിനകത്തേക്ക് കൊണ്ടുവരണേ. ഈ വീടിനകത്ത് വെളിച്ചമില്ലടാ, ഈ വീടിനകത്ത് കരണ്ടില്ലടാ, ഈ വീടിനകത്ത് പ്രകാശമില്ല പൊന്നുമോനെ. അതുകൊണ്ട് പള്ളിക്കാട്ടിലേക്ക് മയ്യത്തിന്റെ അതാ നിന്റെ മയ്യത്ത് കട്ടിലെടുത്ത് വെച്ച് കൊണ്ടുപോകുന്ന സമയത്ത് പള്ളിക്കാട്ടിലേക്കൊരു വിളക്ക് കൊണ്ടുപോകണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുമ്പോ ഈ പാതിരാത്രി ഒരുമിച്ച് കൂടിയവരെ 6 മണ്ണിനകത്തേക്ക് ഒരു വിളക്ക് കൊണ്ടുപോകണ്ടേ? 6 മണ്ണിനകത്തേക്ക് വെള്ളത്തുണിയിൽ പകർന്ന് കുറച്ച് പന്നികൾക്കകത്ത് നിന്ന് വെച്ചിട്ട് പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി ഇറക്കി വെച്ച് നിന്റെ ശരീരത്ത് വെച്ചിരിക്കുന്ന കെട്ടുകളഴിച്ചിട്ട് നിന്റെ മുഖത്തുള്ള തുണികളെടുത്ത് മാറ്റികെട്ട് പലകളെടുത്ത് നിരത്തുവല്ലോ. ഓരോ പലകളെടുത്ത് നിരത്തുകയാണ്. അവസാനം ആ പലകകൾക്കിടയിലെങ്ങാണ് ഒരു ഗ്യാപ്പ് വന്നാൽ അതുപോലും മിളകുകളെടുത്ത് വെക്കുമല്ലോ. പച്ചില പറിച്ച് എടുത്ത് വെച്ചിട്ട് മണ്ണിട്ട് മൂടിയിട്ട് പോകുമ്പോ എന്തൊരിരുളാ പെങ്ങളെ, എന്തൊരിരുളാ പെങ്ങളെ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, പള്ളിക്കാട്ടിലൊരു പ്രകാശിക്കുന്ന വിളക്ക് വേണോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, പാതിരാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഒരു സ്വഭാവം നിനക്കുണ്ടോ? പാതിരാത്രി സുബഹിന്റെ ബാങ്ക് വിളിക്കുന്നതിന് ഒരു 5 മിനിറ്റെങ്കിലും മുമ്പ് എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിക്കാതിന്റെ മനസ്സുണ്ടോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അത് നിന്റെ 6 മണ്ണിനകത്തെ പ്രകാശവാ ചെറുപ്പക്കാരാ. രാത്രിയിൽ എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിക്കടേ പൊന്നുമോരെ. അങ്ങനെ ഒരു സ്വഭാവം ഈ രാത്രി ഇവിടെ ഒരുമിച്ച് കൂടിയ ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, സലാസത്തുന അല്ലാഹു 3 വിഭാഗം ജനങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഈ പാതിരാത്രി ഒരുമിച്ച് കൂടിയ നിങ്ങളിൽ 3 പേരെ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാ. അല്ലാഹു നിന്നെക്കുറിച്ച് മലക്കുകളോട് വാഴ്ന്നു നടത്തുകയാണ്. അല്ലാഹു നിന്നെക്കുറിച്ച് മലക്കുകളോട് പ്രസംഗം നടത്തുകയാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബാ, ഈ 3 വിഭാഗം ജനങ്ങളെ നോക്കിയിട്ട് അല്ലാഹു ചിരിക്കും സഹാബാ. മഹാനായ അബൂ ഹുറൈറ തങ്ങൾ അവിടുന്ന് ചോദിച്ചു, നബിയേ, അല്ലാഹു ഇഷ്ടപ്പെടുന്ന, അല്ലാഹു ചിരിക്കുന്ന, അല്ലാഹു മലക്കുകളോട് പ്രസംഗം നടത്തുന്ന ആ 3 വിഭാഗം ഏതാ നബിയേ? അല്ലാഹുവിന്റെ റസൂലിനോട് തന്റെ സഹാബത്ത് ചോദിക്കുമ്പോൾ അവിടുന്ന് പറയുന്നു, സഹാബാ,
അല്ലദീ ഇംറഅത്തുൻ ഹസനാ വഫിറാശുൻ ലയ്യനുൻ ഹസനാ. കാണാനഴകുള്ള ഒരു സുന്ദരിയായ ഭാര്യ തന്റെ ശരീരത്തോട് ചേർന്ന് കിടക്കുകയാ. നല്ല റൂമിനകത്ത്, ബെഡിനകത്ത്, ഏസി റൂമിനകത്ത്, ബെഡിന്റെ കീഴിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ചാരത്ത് കെട്ടിപ്പിടിച്ചു കിടക്കുന്ന സമയത്ത് പാതിരാത്രിയിൽ തന്റെ ഭാര്യ മാറ്റിയിട്ട് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന മനുഷ്യ, അല്ലാഹു നിന്നെ വല്ലാത്ത ഇഷ്ടമാ. പാതിരാത്രിയിൽ തന്റെ ഭാര്യയുടെ ചാരത്ത് നിന്ന് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ചെറുപ്പക്കാരാ, നിന്നെ കാണുമ്പോ അള്ള മലക്കുകളോട് പറയും, മലക്കുകളെ നോക്കു, മലക്കുകളെ ഇവനെയല്ലേ നിങ്ങൾ ശിക്ഷിക്കരുതെന്ന് പറഞ്ഞത്? എന്നോടുള്ള സ്നേഹം കണ്ടു. അവൻ നിസ്കരിക്കുന്നത് ഫർളല്ല, അവൻ നിസ്കരിക്കുന്നത് ഫർളല്ല. 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. തന്റെ ചാരത്തൊരു പെണ്ണ് കിടക്കുമ്പോ അവളെക്കാളും എനിക്ക് വലുത് അള്ളയാണെന്ന് പറഞ്ഞ് നിസ്കരിക്കുന്നത് കണ്ടു. അള്ളാന്റെ റസൂല് പറയുന്ന മലക്കുകളോട് നിന്നെക്കുറിച്ച് നല്ല അഭിപ്രായം പറയുകയാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നാളെ സുബഹിന്റെ ബാങ്ക് വിളിക്കുന്നതിന് 5 മിനിറ്റ് മുമ്പെങ്കിൽ നീ എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് കാണുമ്പോ അല്ലാഹു ഒന്നാം ആകാശത്തിലിരുന്ന് മലക്കുകളോട് പറയുകയാ, കണ്ടു എന്റെ ഒരു പാവപ്പെട്ട അടിമയെ കണ്ടു. അവൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്തിട്ട് കിടക്കുന്നത് 11 മണിക്കാ. ആ പാവമെന്ന് തലചായ്ക്കുന്നത് 11 മണിക്കാ. എഴുന്നേറ്റ് 3 മണിക്ക് 4 മണിക്ക് എഴുന്നേറ്റവൾ എന്നെ ഓർക്കുന്നത് കണ്ടോ? എന്റെ പെങ്ങളെ, എന്റെ പെങ്ങളെ, നീ നിസ്കരിക്കുന്നത് കാണുമ്പോ അല്ലാഹു നിന്നെ നോക്കി ചിരിക്കുമെന്ന് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ ഈ പാതിരാത്രിയിൽ ഒരുമിച്ച് കൂടിയവരെ, ഈ പാതിരാത്രിയിൽ ഒരുമിച്ച് കൂടിയവരെ, 6 അടി മണ്ണിനകത്ത് പ്രകാശം വേണോ? 6 അടി മണ്ണിനകത്ത് വെളിച്ചം വേണോ? ഒരു മിന്നാമിനിയുടെ പ്രകാശമെങ്കിലും നിന്റെ കബറിനകത്ത് വേണോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, പാതിരാത്രിയിൽ നിസ്കരിക്കുന്ന മനുഷ്യ, ആ നിസ്കാരം നിന്റെ 6 അടി മണ്ണില് വിളക്കാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ച ആ നിസ്കാരം 6 അടി മണ്ണിനകത്ത് പ്രകാശമായിരിക്കും. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ നട്ടുച്ചയ്ക്ക് സമയത്ത് പോലും പള്ളി കയറുന്നില്ലല്ലേ? നട്ടുച്ചയ്ക്ക് പോലും പള്ളി കയറുന്നില്ല. ഇനിയില്ലേ പാതിരാത്രി 2 മണിക്ക് എഴുന്നേറ്റല്ലേ ഫർള് നിസ്കരിക്കണില്ല? പിന്നെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാന്റെ റസൂല് പറയുന്നു, ഖബർ പറഞ്ഞു തരുന്ന 1ാമത്തെ കാര്യം അന ബൈത്തുൽ ഉൽമ, എന്റെ വീടിനകത്ത് വെളിച്ചമില്ല, പോകുമ്പോ ഒരു വിളക്കും കൊണ്ടുവേണം പോകണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാർ. 2 ഖബർ നമ്മളോട് പറഞ്ഞു തരികയാണ്. പള്ളിക്കാട് നമ്മളോട് പറഞ്ഞു തരുന്ന 2ാമത്തെ കാര്യമെന്താ? അന ബൈത്തുൽ തുറാബ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഖബർ നമ്മളോട് പറഞ്ഞു വരുന്ന 2ാമത്തെ കാര്യമെന്താ? അന ബൈത്തുൽ അഫാഹി. ഖബർ നമ്മളോട് പറയുകയാണ്, ചെറുപ്പക്കാര, എന്റെ വീടിനകത്ത് പാമ്പുകളുണ്ട്, തേളുകളുണ്ട്, പുഴുക്കളുണ്ട്, ഇടജന്തുക്കളുണ്ട്, ഒരുപാട് വസ്തുക്കൾ എന്റെ വീടിനകത്തുണ്ടടാ. അതുകൊണ്ട് എന്റെ വീട്ടിലേക്ക് വരുമ്പോ അന ബൈത്തുൽ അഫാഹി, ഈ ഇടജന്തുക്കളുള്ള വീട്ടിലേക്ക് നീ കടന്നു വരുമ്പോ ഫഅമിലു ഖയ്യാ, അതിനെ തല്ലിക്കൊല്ലാനുള്ള ഒരു കമ്പുമായിട്ട് വേണം പള്ളിക്കാട്ടിലേക്ക് പോകേണ്ടതെന്ന് ത്വാഹ റസൂലുള്ളാഹി. പള്ളിക്കാട്ടിൽ 6 അടി മണ്ണിനകത്ത് പാമ്പുണ്ട്, തേളുണ്ട്, ഒരുപാട് ഇടജന്തുക്കളുണ്ട്. ഇതിനെ തല്ലിക്കൊല്ലാനുള്ള ഒരു കമ്പും കൊണ്ടേ പോകാവൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി. മരിച്ചു പള്ളിക്കാട്ടിൽ പോകുമ്പോ എന്തുകൊണ്ട് പോകണം? പറ മനുഷ്യന്മാരെന്തുകൊണ്ട് പോകണം? പറ, എന്തുകൊണ്ട് പോകണം? ഇങ്ങനെയാണെങ്കിൽ ശരിയാവൂല. പറ, എന്തുകൊണ്ട് പോകണം? പറയുടെ മോനെ, എന്തുകൊണ്ട് പോകണം? കമ്പ്. നിനക്കുള്ള അത്രയും പോലും ബാപ്പായ്ക്കില്ല. എന്നെക്കാരും അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കാൻ പറയാം. എനിക്ക് കൊച്ചുകുട്ടികളെ എന്തെങ്കിലും പറയാൻ മടി, അവന്മാരെന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ ശശിയായി പോലും. കൊച്ചുകുട്ടികളുടെ മറുപടി കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഉസ്താദ് എന്തപ്പോ വയത് പറഞ്ഞ എന്താ? വഴിതെറ്റുന്ന യുവതലമുറ, യുവത വഴി. സത്യം പറഞ്ഞാൽ ഇപ്പൊ വയത് പറയേണ്ടത് ചെറുപ്പക്കാർക്കൊന്നുമല്ല, കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയാ. വയത് പറയുന്ന ആർക്ക് വേണ്ടിയാ? വലിയവർക്കൊന്നും വേണ്ടിയില്ല, കൊച്ചുകുട്ടികൾക്ക് വേണം. കാരണം യുവന്മാരൊക്കെ ഇപ്പൊ നന്നാക്കി എടുക്കേണ്ടത്. വാപ്പായ്ക്ക് വാട്സപ്പ് എന്താണെന്ന് അറിയില്ല, മോന് ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉണ്ട്. വാപ്പായ്ക്ക് വാട്സപ്പ് എന്താണെന്ന് അറിയില്ല, മോന് ഫേസ്ബുക്കിൽ അക്കൗണ്ട്. അല്ലേ? ചെറുപ്പക്കാരെ ഇപ്പൊ പറയണത്
ചെറുപ്പക്കാരൊക്കെ പറയണ എന്താ, വിലകയറ്റത്തിനെ കുറിച്ച് ചർച്ച ചെയ്യണം. വിലകയറ്റം, ഏത് വിലകയറ്റം? തിന്നണ സാധനത്തിനല്ല. ഒരു രാത്രിക്ക് 80,000 രൂപയെ ലോൺ എടുക്കണം എന്നാ പറയുന്നത് ചെറുപ്പക്കാർ. ഒരു രാത്രിക്ക് 80,000 രൂപ ലോൺ എടുത്താലേ പറ്റൂ. അങ്ങനെ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുക കാലം. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ചുംബന സമരം എല്ലാം കഴിഞ്ഞപ്പോ ഒരു പരുവായല്ലോ. ഇതാ രസമാണ് അല്ലേ? കൊച്ചുകുട്ടികൾ എന്തെങ്കിലും പറഞ്ഞാൽ വല്ലാത്ത പേടി. യവന്മാര് പറയണം, മറുപടി കേട്ടുകഴിഞ്ഞാൽ നമുക്ക് അറ്റാക്ക്. തിരുവനന്തപുരം ജില്ലയിൽ മദ്രസയിൽ പഠിക്കുന്ന 2ാം ക്ലാസ്സിലും മദ്രസയിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഉസ്താദ് പാഠമെടുത്തു കൊടുക്കുക. ലോക അവസാനത്തിന്റെ അടയാളങ്ങൾ, ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ, ലോകാവസാനത്തിന്റെ അടയാളം എന്ന് പറയുന്ന പാഠം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഉസ്താദ് പറഞ്ഞു, മോനെ, ഖിയാമത്ത് നാളിന്റെ ഒരു അടയാളമാണ് പെണ്ണുങ്ങൾ അധികരിക്കും, ആണുങ്ങൾ കുറയും. പെണ്ണുങ്ങൾ അധികരിക്കുക, ആണുങ്ങൾ കുറയുക, ഇത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. ഈ 10 വയസ്സ് മാത്രം പ്രായമുള്ള ഇവൻ ഇത് വല്ല അറിയാവോ? ഇങ്ങനെ പറഞ്ഞ ഇവൻ ഇങ്ങനെ വായും തുറന്നിരിക്കാം. അപ്പൊ ഉസ്താദ് എന്ത് ചെയ്ത്, ചെറിയ കുട്ടിയാണല്ലോ, ഇവനെ മനസ്സിലാകാൻ വേണ്ടി ഒരു വിശദീകരണം കൊടുത്തു. DPPയുടെ കാലല്ലേ. ഉസ്താദ് പറഞ്ഞുടാ, പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാൻ പോലും ആണുങ്ങളെ കിട്ടാത്ത ഒരു കാലം വരും. പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാൻ പോലും ആണുങ്ങളില്ല, അത്രയ്ക്കും പെണ്ണുങ്ങൾ അധികരിക്കും. ഒരാണിന് 50 പെണ്ണ്, ഒരാണിന് 50 പെണ്ണ്, അങ്ങനത്തെ ഒരു കണക്ക് വരും. പെണ്ണുങ്ങളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പോലും ആരുമില്ല. അന്ന് റോഡിൽ കിടന്ന് വ്യഭിചരിക്കും. ഉസ്താദ് പറയാ, പെണ്ണ് അന്നെങ്ങാനും നല്ല അള്ളാനെ പേടിയുള്ള ചെറുപ്പക്കാരുണ്ടെങ്കിൽ ഓടും, 50 പെണ്ണുങ്ങൾ പുറകിലോടും. 50 പെണ്ണുങ്ങൾ പുറകിലോടും. ഇവനെങ്ങാനും വല്ല മരത്തിന്റെ മുകളിൽ കയറിയ ഈ പെങ്ങന്മാര് താഴെ പോയിരുന്നിട്ട് പറയാ, അനിയ ഒന്നിറങ്ങി വാടാ, ഒന്നിറങ്ങി വാടാ. ഉസ്താദ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു ചെറിയ പയ്യൻ പുറകിലത്തെ ബെഞ്ചിയിരുന്ന് പറയാ കൂട്ടുകാരനോട്, അളിയ ജീവിക്കുവാണെങ്കിൽ ആ കാലഘട്ടത്തിൽ ജീവിക്കണം. ഇവനെന്താ പറയാ, ജീവിച്ച അറുമതിക്ക് 50 എണ്ണമെന്ന് പറയണ പറച്ചവനെ. അവന്റെ വാപ്പ ഒരെണ്ണത്തിനെ കൊണ്ട് പെടുന്ന പേടെന്താണ്? നമുക്കല്ലേ അരി ഒരെണ്ണത്തിനെ കൊണ്ട്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. 50 എണ്ണമാണ് നമ്മുടെ മക്കള് സ്വപ്നം കാണുന്നത്. അപ്പൊ വയത് പറഞ്ഞ ആർക്ക് പറയണം? ഇവർക്കൊക്കെ വീട്ടിലെങ്ങും പോയിട്ട് കൊച്ചു മക്കളോടെങ്ങും ഒന്നും ചോദിച്ചേക്കല്ല, അറ്റാക്ക് വന്നു പോകും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. റബ്ബ് നമ്മുടെ മക്കളെയൊക്കെ സാലിഹീങ്ങളാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളിക്കാട്ടി പോകുമ്പോ ഒരു കമ്പും കൊണ്ടുവേണം നീ പോകേണ്ടതെന്ന് നബിയുനാ റസൂലുള്ളാഹി. പള്ളിക്കാട്ടിൽ പോകുമ്പോ കൊണ്ടുപോകാനുള്ള ഒരു കമ്പ് ഞാൻ പറഞ്ഞു തരാം, കൊണ്ടുപോകൂ. നല്ല ഒരു തേക്കിന്റെ കമ്പല്ല, ഈട്ടിയുടെ അല്ല, നല്ല ഒരു കമ്പുമായിട്ട് പോകണം. അള്ളാഹു ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളിക്കാട്ടിലേക്ക് പോകുന്ന സമയത്ത് കൊണ്ടുപോകേണ്ട കമ്പേതാ? പള്ളിക്കാട്ടിലേക്ക് പോകുന്ന സമയത്ത് കൊണ്ടുപോകേണ്ട കമ്പേതാ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, യാ സ്വഹാബാ, എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഒരു സ്വഭാവം നിനക്കുണ്ടോ? ആ സ്വഭാവമുണ്ടെങ്കിൽ ആ സ്വഭാവം നിന്റെ പള്ളിക്കാട്ടിലാറടി മണ്ണിനകത്തുള്ള ജന്തുക്കളെ മുഴുവനും ആ ബിസ്മില്ല തല്ലിക്കൊല്ലുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ബിസ്മി പറഞ്ഞു തുടങ്ങിയ ആ ബിസ്മില്ല നിന്റെ ഖബറിനകത്തുള്ള കാര്യം നോക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇൻഷാ അല്ലാഹ് ഈ ഒരു സുന്നത്ത് ജീവിതത്തിൽ ചെയ്തൂടെ മരിക്കുവോളം? നിയത്ത് ചെയ്യുന്നവരുന്ന കൈവക്കിക്ക് ഒരു സുന്നത്തല്ലേ? അൽഹംദുലില്ലാഹ്, അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഉയർത്തിയ കൈകൊണ്ട് ഹൗദുൽ കൗസറിലെ വെള്ളം വാങ്ങിച്ചു കുടിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു സുന്നത്ത് ചെയ്ത മരിക്കുന്നതിന് മുമ്പ് നിനക്ക് 4 ഫലമുണ്ട്. ഈ ഒറ്റ സുന്നത്ത്, എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ബിസ്മി പറയുന്ന ഈ സുന്നത്തുണ്ടല്ലോ, ഈ സുന്നത്ത് നിന്റെ ജീവിതത്തിൽ ചെയ്ത കണ്ണടയുന്നതിന് മുമ്പ് നിനക്ക് 4 പ്രതിഫലമുണ്ട്. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്ന് അള്ളാഹു ഇഷ്ടപ്പെട്ടവരുടെ ഹൃദയത്തിൽ നിനക്കൊരു സ്ഥാനമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ ചെയ്താൽ കിട്ടുന്ന നേട്ടം എന്താ? ഒന്നാമത്തെ നേട്ടം, അള്ളാഹു ഇഷ്ടപ്പെട്ട് പള്ളിയിലെ ഖത്തീബിന്റെ അടുക്കലെങ്ങാനും ഒരു കല്യാണ ആലോചന വരുമ്പോ വന്ന് ചോദിക്കും, അള്ളാഹുവെ പടച്ചവനെ, ഇതുപോലൊരു പയ്യൻ, എന്ത് നല്ല പയ്യൻ, ഇതുപോലെ ഈ നാട്ടിൽ നല്ലൊരു പയ്യൻ വേറെ ഇല്ല. ചില ചെറുപ്പക്കാരെ കുറിച്ച് ചോദിക്കുമ്പോൾ ഉസ്താദ് 1000 നാവായിരിക്കും അവനെ കുറിച്ച് പറയും. എന്നാൽ മറ്റു ചിലരെ കുറിച്ച്, അള്ളാഹനെ നിങ്ങൾ വേറെ ആർക്ക് കെട്ടിച്ചു കൊടുത്താൽ ഇവന് മാത്രം കെട്ടിച്ചു കൊടുത്തേക്ക്, അവനാ അങ്ങനെ. അള്ളാഹു ഇഷ്ടപ്പെട്ടവരുടെ ഹൃദയത്തിൽ നിനക്കൊരു സ്ഥാനമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. രണ്ട്
അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ ചെയ്ത ദുനിയാവിൽ വെച്ച് കിട്ടുന്ന 4 പ്രതിഫലത്തിൽ രണ്ടാമത്തെ പ്രതിഫലം, നിന്റെ ശത്രുവിന്റെ ഹൃദയത്തിൽ നിന്നെക്കുറിച്ചുള്ള പേടി അള്ളാഹു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിന്റെ ശത്രു അവൻ എത്ര വലിയ പവറുള്ളവനാണെങ്കിലും എത്ര വലിയവനാണെങ്കിലും നിന്റെ മുന്നിൽ വരുമ്പോ അവന്റെ മുട്ടുകാലിടിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുന്നത്ത് ജീവിതത്തിൽ അങ്ങോട്ട് മുറുകെ പിടിച്ചാൽ മതി, നമുക്ക് ഒരു പേടിയും വേണ്ട. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം നോക്ക്, ആര് ഭരിച്ചാൽ എന്താ, ഇവിടെ പശുവിന്റെ പേര് തമ്മിലടിച്ചാൽ എന്താ, ജാതിയുടെയും മതത്തിന്റെയും നിറത്തിന്റെയും പേരിൽ പരസ്പരം മനുഷ്യർ തമ്മിലടിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കണേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇത്രയും അധപ്പതിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമുക്കറിയാം. കോഴിക്കോട് ജില്ലക്കാരനായ ഓട്ടോ ഓടിച്ചിരുന്ന നൌഷാദ് എന്ന ഒരു ചെറുപ്പക്കാരൻ തന്റെ കണ്ണിന്റെ മുന്നിൽ 2 ചെറുപ്പക്കാര് കിടന്ന് മരണത്തോട് മല്ലടിക്കുമ്പോ അവന്റെ ജാതിയോ അവന്റെ മതവോ നിറവോ ഒന്നും നോക്കിയില്ല, സ്വന്തം നാട്ടുകാരനാണെന്ന് പോലും നോക്കിയില്ല. അവൻ അന്യ സംസ്ഥാനക്കാരനാണെന്നറിയാം. മരിക്കുമെന്ന് ഇവനും തിരിച്ചു വരാൻ കഴിയില്ലെന്നുള്ള ഉറപ്പുണ്ട്. ചായക്കടയിൽ വാങ്ങിവെച്ചിരിക്കുന്ന ചായ പോലും കുടിക്കാതെ ഓടിച്ചെന്ന ആ 2 സഹോദരങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ട് സ്വന്തം ജീവിതം ത്യജിച്ചു കളഞ്ഞ നൌഷാദ് എന്ന ചെറുപ്പക്കാരനെ പോലും കളിയാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. വെള്ളാപ്പള്ളി നടേശനൊക്കെ പറയണ കേൾക്കുമ്പോ സഹിക്കാൻ കഴിയണില്ല. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കൈകൊണ്ട് തൊട്ടിരുന്നെങ്കിൽ ഈ മനുഷ്യൻ ഇങ്ങനെ പറയാൻ കഴിയും. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഏത് പ്രതിമയുടെ മുകളിലും എഴുതി വെച്ചിട്ടുണ്ട്, മതമേതായാലും മനുഷ്യൻ, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഈ ഒരൊറ്റ പ്രയോഗം മതിയായിരുന്നു. ഇതല്ലേ നൌഷാദും ചെയ്തത്. മതമേതായാലും മനുഷ്യൻ നന്നാവണം. അവന്റെ ആ മരണത്തെ പോലും വളരെ മോശമായി ചിത്രീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാലം മാറിക്കൊണ്ടിരിക്കുക. അവസാനം പറഞ്ഞത് എത്രയോ സത്യം, മരിച്ചാൽ മുസ്ലിമായിട്ട് മരിക്കണം. വെള്ളാപ്പള്ളിക്കും തോന്നി തുടങ്ങി മരിച്ചാൽ എങ്ങനെ മരിക്കണം, മുസ്ലിമായി മരിക്കണം. അത് ആത്മാർത്ഥമായി പറഞ്ഞതാണെങ്കിൽ അള്ളാഹു ഹിദായത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യന്മാരെ ഹിദായത്ത് കൊടുത്ത് അനുഗ്രഹിക്കണം. അവനും ബോധം വെച്ച് തുടങ്ങി മരിച്ചാൽ എങ്ങനെ മരിക്കണം, മുസ്ലിമായിട്ട് മരിക്കണം. അവൻ ഉദ്ദേശിച്ചത് മുസ്ലിമായി മരിച്ചാൽ ദുനിയാവിൽ കുറെ സുഖം കിട്ടുമെന്ന. പക്ഷെ നമ്മളൊക്കെ എന്തിനാ ആഗ്രഹിക്കണേ, ആഖിറത്തിൽ വിജയിക്കാനാണ്. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാന്റെ റസൂലിന്റെ സുന്നത്ത് ജീവിതത്തിൽ ചെയ്ത നിന്റെ ശത്രു അവൻ 10 വന്നാലും ഒറ്റയ്ക്ക് തിന്നാൻ മതി മോനെ, മുട്ടുകാലിടിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ ചെയ്യും. പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ ചെയ്യും. നിന്റെ 6 അടി മണ്ണിനകത്ത് ഈ ബിസ്മില്ല ഒരു കമ്പായി വന്നിട്ട് സർവ്വ വസ്തുക്കളെയും തല്ലിക്കൊല്ലും. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഖബർ നമ്മളോട് കൊണ്ടുപോകാൻ പറയുന്ന 3ാമത്തെ കാര്യമെന്താ? ഈ പാതിരാത്രിയിൽ ഒരുമിച്ചുകൂടി എന്റെ പ്രിയപ്പെട്ടവരെ, ഖബർ നമ്മളോട് പറയുന്ന 3ാമത്തെ കാര്യമെന്താ? അനബൈതുൽ വഹദാ. പള്ളിക്കാട് നമ്മളോട് പറഞ്ഞു തരുന്ന 3ാമത്തെ കാര്യം എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ വീടിനകത്താരുമില്ല പൊന്നുമോരെ, എന്റെ വീടിനകത്ത് നീയല്ലാതെ ആരുമില്ല. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ തന്റെ സഹാബത്തിന്റെ മുന്നിലിരുന്നിട്ട് നരകത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, മാസറയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും ഇരിക്കുകയാ, എല്ലാവരും ഇരുന്ന് കരയുകയാ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അള്ളാന്റെ റസൂലിന്റെ മുന്നിലിരിക്കുകയാണ്. പക്ഷേ അള്ളാന്റെ റസൂല് ഖബറിനെ കുറിച്ച് അങ്ങോട്ട് പറയുമ്പോ, 6 അടി മണ്ണിനെ കുറിച്ച് പ്രവാചകൻ പറയാൻ തുടങ്ങുമ്പോൾ മഹാനായ അബൂബക്കർ തങ്ങൾ ഇരുന്ന് കരയുകയാണ്, സുജൂദിൽ കിടന്ന് കരയുകയാ. അതാ പ്രവാസനം കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോൾ മഹാനായ അബൂബക്കർ തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, അബൂബക്കറെ, അള്ളാഹുവിന്റെ റസൂല് നരകം പറഞ്ഞല്ലോ, സ്വർഗം പറഞ്ഞല്ലോ, മഹ്ശറയെ പറഞ്ഞല്ലോ, സിറാത്ത് പറഞ്ഞല്ലോ, മീസാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം പറയുന്ന സമയത്ത് അങ്ങ് കരയുന്നതിനേക്കാൾ കൂടുതലായി കരഞ്ഞത് ഖബറിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണല്ലോ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല തന്റെ സഹാബത്തിനോട് പറയുന്നു, സഹാബാ, ഈ ദുനിയാവിൽ ഞാൻ ജീവിക്കുമ്പോ എന്റെ കൂടെ എന്റെ വാപ്പയുണ്ട്, എന്റെ ഉമ്മയുണ്ട്, എന്റെ ഭാര്യയുണ്ട്, എന്റെ മക്കളുണ്ട്, എന്റെ കൂട്ടുകാരുണ്ട്, എന്റെ കൂടെ പിറപ്പുണ്ട്. അബൂബക്കർ
തനിച്ചല്ലല്ലോ, ദുനിയാവിൽ ഒരുപാട് പേരെന്റെ കൂടെയുണ്ടല്ലോ. നാളെ മഹ്ശറയിൽ അല്ലാഹു കൊണ്ടുവരുമ്പോ അബൂബക്കർ തനിച്ചല്ലല്ലോ, അബൂബക്കറിന്റെ കൂടെ ഒരുപാട് ജനങ്ങൾ നാളെ പടച്ചവന്റെ പരലോകത്തുണ്ടാകുമല്ലോ. അല്ലാഹു എന്നെ സ്വർഗത്തിലിട്ടാൽ അവിടെയും അബൂബക്കർ തനിച്ചല്ല, അബൂബക്കറിന്റെ കൂടെ ഒരുപാട് സ്വർഗവാസികൾ ഉണ്ടാകുമല്ലോ. ഈ പാവപ്പെട്ട എന്നെ പടച്ചവൻ നരകത്തിലാണ് വലിച്ചെറിയുന്നതെങ്കിൽ അവിടെയും അബൂബക്കർ ഒറ്റയ്ക്കല്ല, ഒരുപാട് പേര് എന്റെ കൂടെയും നാളെ നരകത്തിൽ കാണുമല്ലോ. പക്ഷേ ആ സ്വഹാബ 6 അടി മണ്ണിൽ എന്നെ കൊണ്ട് കുഴിച്ചിട്ടാ എന്റെ വാപ്പ വരില്ലല്ലോ, എന്റെ ഉമ്മ വരില്ലല്ലോ, എന്റെ ഭാര്യ വരില്ലല്ലോ, എന്റെ മക്കള് വരില്ലല്ലോ, എന്റെ കൂടെ പിറപ്പ് വരില്ലല്ലോ, എന്നെ സ്നേഹിച്ചവർ വരില്ലല്ലോ. ആ കബറിനകത്ത് ഞാൻ തനിച്ചല്ലേ, 6 അടി മണ്ണിനകത്ത് ഞാൻ ഒറ്റയ്ക്കല്ലേ. അവിടെ ഞാൻ എന്ത് ചെയ്യും സഹാബ, അവിടെ ഞാൻ എന്ത് ചെയ്യും സഹാബ. അതുകൊണ്ട് ഈ പാതിരാത്രിയിൽ ഒരുമിച്ച് കൂടിയവരെ ഖബർ നമ്മളോട് പറയുന്നു, പെങ്ങളെ അനബൈത്തുള്ള വഹദ, എന്റെ വീടിനകത്ത് നീയല്ലാതെ ആരുമില്ല പൊന്നുമോളെ. ഒറ്റയ്ക്ക് ജീവിച്ച് നിനക്ക് പരിചയമില്ലല്ലോ, ഒറ്റയ്ക്ക് ജീവിച്ച് നീ പരിചയമില്ലല്ലോ, എപ്പോഴും ആൾക്കാരുടെ കൂടെ ജീവിച്ച് ശീലിച്ചവളല്ലേ. ഇതിനകത്ത് വരുമ്പോ നിനക്ക് ഏകാന്തത അനുഭവപ്പെടും പൊന്നുമോളെ. അതുകൊണ്ട് പള്ളിക്കാട്ടിലേക്ക് പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒരു കൂട്ടുകാരനെ കൂടെ കൊണ്ടുപോണേ പൊന്നുമോനെ, ഒരു കൂട്ടുകാരനെ കൂടെ കൊണ്ടുപോകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, പള്ളിക്കാട്ടിലേക്ക് പോകുന്ന സമയത്ത് നിന്റെ കൂടെ കബറിനകത്തിരിക്കാൻ ഒരു കൂട്ടുകാരനെ നീ കൊണ്ടുപോകണേ എന്ന് നബിയുടെ റസൂലുള്ളാഹി. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശരിയല്ലേ? അബൂബക്കർ തങ്ങൾ പറയുമായിരുന്നു, ദുനിയാവി ജീവിക്കുമ്പോ ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ ആളുണ്ട്. നാളെ മഹ്ശറയിൽ വരുമ്പോ ഞാനല്ല, അവിടെ ആളുണ്ട്. സ്വർഗത്തിലാണെങ്കിൽ അവിടെയും അബൂബക്കർ ഒറ്റയ്ക്കല്ല, കൂടെ ആളുണ്ട്. നരകത്തിലാണെങ്കിലും ആളുണ്ട്. പക്ഷേ 6 അടി മണ്ണിനകത്ത് പോകുമ്പോ ഞാനല്ലാതെ ഒരാൾ എന്റെ കൂടെ ഇല്ല. 6 അടി മണ്ണിൽ എന്നെയും നിങ്ങളെയും കൊണ്ടുവച്ച അതിനകത്ത് ഒറ്റയ്ക്കേ ഉള്ളൂ. അതുകൊണ്ട് പോകുമ്പോ ഒരു കൂട്ടുകാരനെ കൊണ്ടുപോകണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു കൊണ്ടുപോകാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാ. ഞാനൊരു കൂട്ടുകാരനെ പറഞ്ഞു തരാം, പോകുമ്പോ കൊണ്ടുപോവോ? കൈപൊക്ക് നീയത്ത് ചെയ്യുന്നവര്. കഷം വേദന എടുക്കുന്നു പറഞ്ഞാലും കുഴപ്പമില്ല, പൊക്കി. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 6 അടി മണ്ണിനകത്ത് പോകുമ്പോ കൊണ്ടുപോകേണ്ട കൂട്ടുകാരൻ ആണെന്നറിയുവോ? പള്ളിയിൽ അലമാരിക്കകത്ത് അടുക്കി വെച്ചിട്ടുണ്ട്, നിന്റെ വീട്ടിൽ അലമാരിക്കകത്ത് നിരത്തി വെച്ചിട്ടുണ്ട്. അതിന്റെ മുകളിൽ ഇരിക്കുന്ന പൊടി പോലും നീ തുടച്ചു കളയാത്ത ഖുർആനുണ്ടല്ലോ, 6 അടി മണ്ണിലെ നിന്റെ കൂട്ടുകാരനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റമളാനിന്റെ 27-ാം രാവിന്റെ അന്ന് എടുത്തു വെച്ചതാ. ഇനി അടുത്ത റമളാൻ എത്തണമെന്ന് പറക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, വീടിനകത്ത് അലമാരിക്കകത്ത് നിരത്തി വെച്ചിരിക്കല്ലേ. ഇന്നത്തെ ദിവസം നിസ്കരിച്ച സമയത്തല്ലാതെ, ഉസ്താദ് ദുആ ചെയ്യുന്ന സമയത്തല്ലാതെ ഒരു സൂറത്തെങ്കിലും ഓതി വരുന്ന കൈവക്കിക്ക്. അപ്പൊ വഅദ് തുടങ്ങുന്നതിന് മുമ്പ് ഉസ്താദ് സൂറത്ത് ഓതി, അപ്പൊ ഓതിയവരല്ല, അല്ലാതെ. ഇതാ നമ്മുടെ അവസ്ഥ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഇതാ നമ്മുടെ അവസ്ഥ. നമ്മളെന്തില്ലേ, ഒരു സൂറത്ത് 3 ആയത്തുള്ള ഇന്നായത്തേനെ പോലും ഓതാൻ സമയമില്ലാത്തവരാ നമ്മളൊക്കെ അല്ലേ. ഖുർആൻ മക്കളെ പഠിപ്പിക്കൂല. ഇവിടെ എങ്ങനെ ഉസ്താദ് മദ്രസയിലൊക്കെ പഠിക്കാൻ കുട്ടികളുണ്ടോ? മതി, ഇനി പറയണ്ട, എനിക്ക് മനസ്സിലായി. നമ്മുടെ അവസ്ഥ, മദ്രസയിൽ പഠിപ്പിക്കാൻ പോലും മക്കളെ വിടൂല. നല്ല പഠിക്കണ വിദ്യാർത്ഥിയെ ഉസ്താദി ഒതുക്കും, മോനെ കാണുന്നില്ല. ഉസ്താദെ അവന് രാവിലെ 7 മണിക്ക് ഫ്ലൈറ്റ് വരും, സ്വർഗത്തിലേക്കുള്ള ഫ്ലൈറ്റ്, പോണ്ടേ? മദ്രസയിൽ വിടാൻ അല്ല പറ്റൂല. കാക്ക ശനി ഞായർ അന്ന് സാറ് വീട്ടിൽ വരും. അതുകൊണ്ടാ എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ പഠിപ്പിച്ച് അവസാനം തെങ്ങിക്കയറാൻ വരുന്നവന്റെ കൂടെ മക്കൾ ഒളിച്ചോടി പോകുന്ന ആരല്ലേ. എന്തിന് കാസർഗോഡ് ജില്ലയിൽ സെപ്റ്റിക് ടാങ്ക് ശരിയാക്കാൻ വന്ന ഒരുത്തന്റെ കൂടെ ഒരു താത്ത വിളിച്ചോടി പോയി. ആലോചിച്ച് നോക്കണം ഇവിടെ എത്തിയെന്ന കാലം. ഞാൻ വയനാട് ജില്ലയിൽ ഒരു സ്ഥലത്ത് വാഴതിന് പോയപ്പോ കുറെ ചെറുപ്പക്കാര് കൂടി നിൽക്കാം. ഒരു വീടിന്റെ പുറകിൽ ആണുങ്ങളും പെണ്ണുങ്ങളും കൂടി നിൽക്കുന്നു. ചോദിച്ചപ്പോ തലശ്ശേരിയിൽ നിന്ന് ഒളിച്ചോടി വന്ന ഒരു പെണ്ണിനെയും ഒരു പയ്യനെയും പിടിച്ചു വെച്ചിരിക്കുക. അപ്പൊ എനിക്ക് വന്ന് കാണണമെന്ന് തോന്നി. ഞാൻ പോയി നോക്കിയപ്പോ പടച്ചനെ എന്താ വിഷയം എന്നറിയോ? തലശ്ശേരിയിലുള്ള ഒരു പെണ്ണ് ഫോണിലൂടെ ഒരുത്തനെ പ്രേമിച്ചു. നല്ല ഒരു കുടുംബത്തിൽ പറഞ്ഞ കാണാൻ എന്നാ ഗ്ലാമർ എന്നറിയ പെണ്ണിന്. ഇവള് ഫോണിലൂടെ പ്രേമിച്ച് അവൻ വിളിച്ചപ്പോ ഇറങ്ങി വന്നതാ. പക്ഷെ ഇവനെ കണ്ടപ്പോ ഇവന്റെ കൂടെ പോകാൻ തോന്നില്ല, കരിക്കട്ട പോലെ ഇരിക്കുന്നു. ഇവനെ കണ്ടപ്പോ
രാവും പകലിന്റെ വ്യത്യാസം. ബസ് വന്നിറങ്ങി, ബസ്സിൽ കയറാൻ വേണ്ടി ഇവൻ വിളിക്കുമ്പോൾ ഇവള് ബാഗും പിടിച്ചോണ്ടിരിക്കുക, കയറണില്ല. ഇത് കണ്ടപ്പോ ചെറുപ്പക്കാർക്ക് സംശയം, പൊക്കിയിട്ട് പോയതാ. അള്ളാഹു നോക്കുമ്പോഴോ രണ്ടെണ്ണം രാത്രിയും പകലും പോലെ നിൽക്കുക. എന്നാ അടീന്നറിയുക. അന്നാണ് അറിയണത് സഹോദരിമാരുടെയൊക്കെ പവർ. ഞാൻ നോക്കുമ്പോ വയനാടുള്ളൊരു താത്ത ഈ വാഴയുടെ തണ്ടുണ്ടല്ലോ, വാഴയിലയുടെ ഏറ്റവും താഴ്ഭാഗം അതിനോട് ചേർന്നിരിക്കുന്ന അതങ്ങട്ട് എടുത്തിട്ട് ഈ പെണ്ണിനെ പൊട്ടിക്കുക. ചോദിച്ചപ്പോ പറയുക ചതയും പാട് വീഴൂലെന്ന്. എന്നാ അടി ഇല്ലേ. ഉടനെ ഫോൺ വിളിച്ചു, ഭാഗ്യം രക്ഷപ്പെട്ടു. ഉടനെ ഫോൺ വിളിച്ചു. അവരുടെ വാപ്പ തലശ്ശേരിയിൽ നിന്ന് വണ്ടി വിളിച്ച് വന്നിട്ട് കൊണ്ടുപോയാ മോളെ. ഇതുപോലെ അവസ്ഥ ആരെങ്കിലും വിളിക്കാൻ വേണ്ടി നിൽക്കുക, ഓടാൻ വേണ്ടി. എന്തേ പഠിപ്പിച്ചു കൊടുക്കൂല, ദീനിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കൂല. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ഖുർആൻ പഠിപ്പിക്കുക. ഇവിടെ അതിലടുത്തൊരു സ്ഥാപനം ഉണ്ടല്ലോ അല്ലെ, എത്ര കുട്ടികൾ പഠിക്കുന്നു. ഞാൻ പണ്ടൊരിക്കൽ വയത് പറയാൻ വന്നിട്ടുണ്ട്, പണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെയുള്ള സ്ഥാപനങ്ങളുണ്ട്. മദ്രസയിൽ വിടുക, ഖുർആൻ പഠിപ്പിക്കുക. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനാദ്യമായിട്ട് ചെയ്യേണ്ടത് സ്വന്തം നന്നാവണം. ഉമ്മ വാപ്പായി നമുക്ക് ഉപദേശിക്കാൻ എല്ലാവർക്കും 1000 നാവാ. വാപ്പയാണെങ്കിൽ മകനോട് പറയും, വീടിന്റെ മുന്നിൽ കസേരയിൽ ഇരുന്നിട്ട് പറയും, ബാങ്ക് വിളിച്ച് പള്ളിയിൽ പോടാം. ഇയാളുടെ കാലിനൊരു കുരുവില്ല. ഇയാൾ മുന്നിൽ പോകും, മോനെ പുറകെ കൊണ്ടുപോകണം. വാപ്പ പറയും, നീ പള്ളിയിൽ പോടാ. എനിക്കിതൊന്നും പറഞ്ഞിട്ടില്ല. ഉമ്മ ടിവിയുടെ പെണ്ടി ഇരുന്നിട്ട് മോളെ വിളിച്ചിട്ട് പറയും, മഗ്രിബായി ദുആ ചെയ്യ്, ദിക്ർ പറ, സലാത്ത് പറ, ഖുർആൻ ഓത്. ഞാൻ ഇവിടെ ഹജ്ജ് ചെയ്തോണ്ടിരിക്കുകയാണ് ടിവിയുടെ പെണ്ടി. ഇതെവിടുത്തെ ന്യായഭവങ്ങളെ. നീ ചെയ്തിട്ട് നിന്റെ മക്കളോട് പറ. നിന്നെ കണ്ട നിന്റെ മോള് പഠിക്കട്ടെ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു ചെറിയ ഒരു കുഞ്ഞിനെ, ഒരു പയ്യനെ കയ്യിൽ പിടിച്ചൊരു ഉമ്മ കടന്നു വന്നു. എന്നിട്ട് നബിയോട് പറഞ്ഞു, നബിയെ, ആര് പറഞ്ഞിട്ട് ഇവൻ കേൾക്കുന്നില്ല, മധുരം ഇങ്ങനെ വാരി തിന്നുന്ന നബിയെ, അങ്ങൊന്ന് പറ നബിയെ, നന്നാവും. അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ ഉമ്മ വന്ന് കരഞ്ഞോണ്ട് പറയാ, മോനെ കാണിച്ചിട്ട്. ഇപ്പൊ പറഞ്ഞു, ഉമ്മ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് മടങ്ങി വരാം. ആ ഉമ്മ തന്റെ കുഞ്ഞിനെയും കൊണ്ട് മടങ്ങിപ്പോയി. ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വന്നു. അള്ളാന്റെ റസൂൽ ആ മകനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞുടാ, മോനെ, മധുരം അധികമായിട്ട് കഴിക്കരുത്, ശരീരത്തിന് നല്ലതല്ല. ഇത് പറയുമ്പോ ഈ ഉമ്മ നബിയോട് ചോദിച്ചു, ഇത് പറയാനായിരുന്നെങ്കിൽ അന്നേ അങ്ങ് പറഞ്ഞുകൂടായിരുന്നു. ഇത് പറയാനായിരുന്നെങ്കിൽ എന്തിനാ ഒരാഴ്ച എടുത്ത് അന്നേ അങ്ങ് പറഞ്ഞുകൂടെയെന്ന് ഉമ്മ അന്നങ്ങ് ചോദിച്ചു നബിയോട്. അന്നത്തെ പെണ്ണുങ്ങൾ അങ്ങനെ ആയിരുന്നു, ഇൽമു അടിക്കാനുള്ള അറിവ്, അടിക്കാനുള്ള ആഗ്രഹം. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മ, ഞാൻ മധുരം അധികമായിട്ട് കഴിക്കും, ആദ്യം ഞാനൊന്ന് കുറയ്ക്കട്ടെ, എന്നിട്ട് ഉപദേശിക്കാമെന്ന് കരുതിയെന്ന് അള്ളാന്റെ റസൂൽ നബിയുനാ റസൂലുള്ളാഹി. പ്രവാചകൻ ഈത്തപ്പഴം അധികമായിട്ട് കഴിക്കാം, ആദ്യം ഞാൻ കുറയ്ക്കട്ടെ, എന്നിട്ട് ഉപദേശിക്കാം. ഇത് പറയുമ്പോ ചെറുപ്പക്കാരി ചോദിക്കും, ഉസ്താദ് നിങ്ങൾ പറയണ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടോന്ന്. കാലം അങ്ങനെ ചോദിക്കും. നിങ്ങളിപ്പോ ചോദിക്കും, നിങ്ങളുടെ മുഖത്ത് പലരുടെയും മുഖത്തൊരു ചിരി, ഈ പറയുന്ന കാര്യമൊക്കെ സിറാജ നീ ചെയ്യുന്നുണ്ടോന്ന്. എന്റെ പൊന്നു മക്കളെ, നിങ്ങളെ ആരെയും നന്നാക്കാനല്ല ഞാൻ വഅദ് പറയണേ. നിങ്ങളത് ആദ്യം മനസ്സിലാക്കുക. ഞാൻ വഅദ് പറയുന്നത് നിങ്ങളെ നന്നാക്കാനാണെന്ന് സ്വപ്നത്തിൽ പോലും കരുതണ്ട, ഒരിക്കലും അല്ല. ഞാൻ വഅദ് പറയണത് എനിക്ക് നന്നാവാൻ വേണ്ടിയാണ്. മൻ തഖറ കലാമുഹു ഫി ഖൽബിഹി. വയല് കഴിഞ്ഞ് ഞാൻ വണ്ടി കയറി പോകുമ്പോൾ ഞാൻ ചിന്തിക്കും, പടച്ചവനെ മൈക്ക് കിട്ടിയപ്പോ എന്തൊക്കെയായിരുന്നു അല്ലേ, ഇതൊക്കെ പറഞ്ഞു. ഈ പറഞ്ഞ കാര്യം എനിക്കൊന്ന് ചെയ്യണമല്ലോ എന്ന് എനിക്ക് തോന്നും. അതിനുവേണ്ടിയാണ് ഞാൻ വയല് പറയണം, അല്ലാതെ നിങ്ങളാരെയും നന്നാക്കാനല്ല. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവൻ എന്നെ നന്നാക്കുമാറാകട്ടെ. ഇപ്പൊ എന്റെ വഅദ് കേട്ടിട്ട് നിങ്ങളാരെങ്കിലും ചെയ്താൽ അത് തന്നെ വലിയ പുണ്യം. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരൊറ്റ നല്ല കാര്യം ഞാൻ ഇന്ന് പറഞ്ഞു തരാം. പള്ളിക്കാട്ടിൽ പോകുമ്പോ കൊണ്ടുപോകേണ്ട ഒരു കൂട്ടുകാരൻ, ഒരു നല്ല കാര്യം ഞാൻ പറഞ്ഞു തരാം. പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം. അത് ആര് എല്ലാ ദിവസവും ഓതുന്നോ അവന് സ്വർഗ്ഗം നിർബന്ധമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഖുർആനിലെ 6666 ആയത്തുണ്ട്. ആ ആയത്തിലെ ഒറ്റ ആയത്ത് ഞാൻ പറഞ്ഞു തരാം. ഒരായത്ത് എല്ലാ ദിവസവും ഓതിയ സ്വർഗം കിട്ടും. ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? നിയത്ത് ചെയ്യുന്നവർ കൈവക്കിക്കുക. ഒറ്റ ആയത്ത് ഓതിയ സ്വർഗം കിട്ടും. താത്താമാര്, ഈ കൈപൊക്കി എല്ലാവരും ഖുർആൻ ഓതാൻ അറിയുന്നവരാണെന്ന് എനിക്ക് യാതൊരു വിശ്വാസമില്ല. ഈ പാതിരാത്രി ഈ കൈപൊക്കി എല്ലാവർക്കും ഖുർആൻ ഓതാൻ അറിയില്ല. എന്നിട്ടും പൊക്കിയത് എന്തിനാണെന്നറിയോ? ഉസ്താദ് സ്വർഗം കിട്ടുമോ? ഞാൻ ചെയ്യും. ഖുർആൻ ഓതാൻ അറിയാത്തവൻ പോലും ചെയ്യാൻ തയ്യാറായി. പക്ഷേ ഖുർആൻ ഓതാൻ അറിയുന്ന എത്രയോ ചെറുപ്പക്കാർ ഇതിനകത്തിരുന്നിട്ട് കൈ പോലും പൊക്കാൻ മനസ്സില്ലാത്തവരുണ്ട്. ഈ ഇരിക്കുന്ന സഹോദരിമാർ, ഇതിനകത്ത് ഖുർആൻ ഓതാൻ അറിയുന്ന പെണ്ണ് ആര് പറഞ്ഞാലും എനിക്കൊരു മാറ്റമില്ല ഉസ്താദ്. നിങ്ങളല്ല ഇനി ആര് വഅദ് പറഞ്ഞാലും, എത്ര വഅദ് കേട്ടു, ആരെല്ലാം പറഞ്ഞു, എന്റെ മനസ്സിലൊരു മാറ്റമില്ല.
ഈ പാതിരാത്രിയിൽ സ്വർഗത്തിലിരുന്നിട്ട് പോലും നന്നാവാത്ത ചെറുപ്പക്കാരാ, അള്ളാഹുവിന്റെ ഖുർആനിലെ ഒരായത്തോതിയാ സ്വർഗം കിട്ടുമെന്ന് പറയുമ്പോൾ ഓതാനറിയാത്ത പാവപ്പെട്ട വാപ്പുപോൽ ഉസ്താദേ ഞാൻ ഓടുമെന്ന് നിയ്യത്ത് ചെയ്യുമ്പോൾ ഖുർആൻ ഓതാനറിയും എന്നിട്ട് പോലും ചെയ്യാൻ മനസ്സില്ലാതെ അഹങ്കാരത്തോട് ഈ സദസ്സിലിരുന്ന ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു പെങ്ങളി രാത്രി ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ, എന്റെ പൊന്നുമോളെ, നിനക്ക് കിട്ടുന്ന ഒരു പ്രതിഫലം ഞാൻ പറഞ്ഞു തരാ, നിനക്ക് കിട്ടുന്ന ഒരു പ്രതിഫലം ഞാൻ പറഞ്ഞു തരാ. മരിക്കുന്ന സമയത്ത് ആര് നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തന്നാൽ പറയാ കഴിയൂല പെങ്ങളെ. ഈ സദസ്സിലിരുന്നിട്ട് നന്നാവാത്തവര്, ഈ ശൂന്യമായ സ്വർഗത്തില് അല്ല ഇഷ്ടപ്പെട്ടവര് മാത്രം ഇരിക്കുന്ന ഈ സ്വർഗത്തിലിരുന്നിട്ട് പോലും നിന്നെ കൊണ്ട് ചെയ്യാൻ മനസ്സില്ലേ ചെറുപ്പക്കാരാ? മരിക്കാൻ കിടക്കുന്ന സമയത്ത് എത്ര വലിയ കുത്തുബുൽ അഖ്താബ് നിന്റെ മുന്നിൽ വന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു തരുമ്പോ പറയാ നിന്റെ നാവ് പൊങ്ങൂല്ലടാ. അഹങ്കരിച്ചവനല്ലേ, ധിക്കരിച്ചവനല്ലേ, അല്ലാതെ മറന്നുപോയവനല്ലേ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, പൊന്നുമോളെ, മരിക്കാൻ കിടക്കുന്ന സമയത്ത് നിന്റെ മോള് നിന്റെ ബന്ധുക്കൾ അടുത്ത് നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു വരുമ്പോ നീ പറയുന്ന വാക്കേതെന്നറിയുമോ? നിന്റെ അവസാനത്തെ വാക്കേതാ എന്ന് പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് ഞാൻ പറഞ്ഞു തരാ. ഓതിപ്പടിക്കടാ ചെറുപ്പക്കാരാ, ചാകുന്ന സമയത്തോടാറുള്ളതാ പൊന്നുപോലെ. അഹങ്കാരിയായ നിനക്ക് ചാകുന്ന സമയത്തോടാനുള്ള ആയത്താ. അല്ലാഹനെ മറന്നുകൊണ്ട് പടച്ചവൻ ചെയ്തു തരുന്ന അനുഗ്രഹങ്ങളെ മുഴുവനും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിട്ട് പടച്ചവരെ പുറങ്കാലുകൊണ്ട് ചവിട്ടി ഈ ദുനിയാവിന്റെ തെളിക്കമകളിലൂടെ അഹങ്കാരികളെ പോലെ നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട യുവത്തരേ, അല്ലാഹുവിന്റെ ഖുർആനിൽ നിനക്ക് വിശ്വാസമുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഖുർആനിൽ നിനക്ക് വിശ്വാസമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ വീടിനകത്ത് സക്കറാത്തിന്റെ അവസ്ഥയിൽ വീടിലാണോ, റോഡിലാണോ, കടയിലാണോ, വാഹനത്തിലാണോ, എവിടെയാണ് നീ മരിക്കാൻ കിടക്കുന്നതെങ്കിൽ വരുമടാ. അസ്റായീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. ആ സമയത്ത് നിന്റെ ചാരത്ത് നിന്നിട്ട് എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ്, എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു വരുമ്പോ നീ പറയുന്ന വാക്കെന്തെന്നറിയുമോ പെങ്ങളെ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഓ ശഹീദൂ അലാ അൻഫുസിഹിം അന്നഹും കാനൂ കാഫിരീൻ. പറയും പൊന്നുമോളെ, നിന്റെ അവസാനത്തെ വാക്ക് ഖുർആൻ പറയുകയാ, വശഹിദൂ അലാ അൻഫുസിഹിം അന്നഹും കാനൂ കാഫിരീൻ. നിന്റെ ഉമ്മ ചാകുന്നത് എങ്ങനെയെന്നറിയുമോ മോളെ? ഇന്ന് വരെ ഈ ദുനിയാവിന്റെ തെരുക്കുമുകളില് അഹങ്കാരത്തോടെ നടന്ന നിന്റെ ഉമ്മ ചാകാൻ പോവുകയാ. സ്വർഗത്തിലിരുന്നിട്ട് പോലും നന്നാവാത്തവളാ, എത്ര വാല് കേട്ടിട്ട് നന്നാവാത്തവളാ. ഒരായത്തോതിയാ സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞിട്ട് പോലും എന്റെ മനസ്സിലൊരു ചലനമില്ലാത്തവളാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ മരിക്കുന്ന സമയത്ത് പറയുമടാ, അന്നഹും കാരൂ കാഫിരീൻ, ഞാനൊരു കാഫിറിനെ പോലെയാണ് ചാകുന്നതെന്ന് നീ പറഞ്ഞിട്ടേ മരിക്കൂ എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഈ സ്വർഗത്തിൽ ഇരുന്നിട്ട് പോലും ഒരായത്തോതാൻ പോലും മനസ്സില്ലാത്തവനെ നീ പറയുവടാ, നീ ചാകണ സമയത്ത് പറയും നിന്റെ അവസാനത്തെ വാക്ക. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഓതാൻ തീരുമാനിച്ചവരൊന്ന് കൈപൊക്കിക്ക്. ഓതാൻ തീരുമാനിച്ചു. ഇത് ആദ്യം പൊക്കിയിരുന്നെങ്കിൽ എന്നെ കൊണ്ട് ഇത്രയും പറയിക്കണമായിരുന്നു. ഇതാദ്യം ചെയ്തിരുന്നെങ്കിൽ ഇത്രയും വേണമായിരുന്നു. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നീ പൊക്കിയാലും പൊക്കിയില്ലെങ്കിലും സത്യവ ഞാൻ പറഞ്ഞു, ഈ കൈ പൊക്കിയവനും പൊക്കാത്തവനും നീ ഓതിയില്ല, നിനക്ക് അഹങ്കാരം എങ്കിലും മക്കളെ നിന്റെ അവസാനം എങ്ങനെ? അല്ലാഹു അങ്ങനെ ഒരു അവസ്ഥയ്ക്ക് തൊട്ട് കാക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഞാനൊരു ആയത്ത് പറഞ്ഞുതരാം. ഓതൂലേ? അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓതാൻ തീരുമാനിച്ച നിനക്ക് കിട്ടണ ഒരു പ്രതിഫലം പറഞ്ഞുതരാം.
ഈ രാത്രി ഈ സദസ്സിലിരുന്നിട്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഓതാനുള്ള മനസ്സ് കാണിച്ചല്ലോ, നിനക്ക് കിട്ടണ ഒന്നാമത്തെ പ്രതിഫലം, നിന്നെ റബ്ബ് ഒരു ദിവസം പോലും ദുനിയാവിലിട്ട് നരകിപ്പിക്കത്തില്ലെന്ന് മഹാനായ സയ്യിദിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഖുർആൻ എല്ലാ ദിവസവും ഓതുന്ന മനുഷ്യനെ കിടന്ന് മലമൂത്ര വിസർജനവും നടത്തി ഭാര്യ ആഗ്രഹിക്കുക ഒന്ന് തീരെ, സ്വന്തം മക്കൾ ആഗ്രഹിക്കുക വാപ്പ ഒന്ന് മരിക്കാൻ വേണ്ടി, നിന്നെ റബ്ബ് ഒരു ദിവസം പോലും ദുനിയാവിലിട്ട് നരകിപ്പിക്കത്തില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആന്റെ ആയത്തോതാൻ തീരുമാനിച്ച് നിനക്ക് കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം രണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മഹാനായ അബൂ ഹാമിദുൽ ഗസ്സാലി റഹ്മത്തുള്ളാഹി പഠിപ്പിക്കുകയാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതാൻ തീരുമാനിച്ച എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിനക്ക് കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലമെന്ത്? മോനെ, നല്ല മരണമാടാ. വെള്ളിയാഴ്ച രാവിലെ എത്രയോ മയ്യത്ത് കൊണ്ട് കബറടക്കിയവരാണ്, മയ്യത്ത് കബറടക്കിയവരാണല്ലോ. വെള്ളിയാഴ്ച രാവിലെ നല്ല മരണം കണ്ടവരാണല്ലോ. ജുമാ നിസ്കാരത്തിന്റെ മുമ്പേ പള്ളിക്കാട്ടിൽ കൊണ്ടുവന്ന് കബറടക്കിയവരല്ലേ. ഇതുപോലെ ഒരു മരണം നിനക്ക് വേണോ? നിസ്കരിക്കുന്ന സമയത്ത്, ഖുർആൻ ഓതുന്ന സമയത്ത്, നല്ല കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മരിക്കാൻ ആഗ്രഹമുണ്ടോ ചെറുപ്പക്കാരാ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നല്ല മരണം കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? പൊന്നുമോളെ, നല്ല ഒരു മരണം വേണമെന്ന് ആഗ്രഹമുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രത്തിലേക്ക് കടന്നു പോകണ്ട പൊന്നുമോളെ. 2-3 മാസങ്ങൾക്ക് മുമ്പ് ഹജ്ജിന്റെ മാസം കഴിഞ്ഞല്ലോ. ഈ വർഷം 25 ലക്ഷം ഹാജിമാർ അല്ലാഹുവിന്റെ കഅബാലയത്തിലേക്ക് വിരുന്നിന് കടന്നു പോയപ്പോ ഈ ഇന്ത്യയിൽ നിന്ന് 1.5 ലക്ഷം പേര് ഹജ്ജിന് പോയല്ലോ. പടച്ചവന്റെ കഅബാലയത്തിന്റെ മതാഫിലൂടെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ക്രെയിൻ തകർന്നു വീണിട്ട് 107 ശുഹദാക്കളെ പടച്ചവൻ തെരഞ്ഞെടുത്തല്ലോ പൊന്നുമോളെ. ആ കൂട്ടത്തിലൊരു പാവപ്പെട്ട പെങ്ങളുണ്ടായിരുന്നു. പാലക്കാട് ജില്ലക്കാരിയായ മുഅ്മിന എന്ന 30 വയസ്സുള്ള ഒരു പെണ്ണുമോള്. ആ 107 പേരിലുണ്ടായിരുന്ന പെങ്ങള്. എത്രയോ ജനങ്ങൾ കഅബാലയത്തിന്റെ മുറ്റത്തുകൂടെ നടക്കുമ്പോ അല്ലാഹു ഒരേ ഒരു മലയാളി പെണ്ണിനെയല്ലേ പടച്ചവൻ തെരഞ്ഞെടുത്തത്. മുഅ്മിന എന്ന 30 വയസ്സുള്ള പെണ്ണുമോള് കഅബാലയത്തിന്റെ മുറ്റത്ത് മരണത്തോട് മല്ലടിക്കുമ്പോ അറബികളോടി വന്നിട്ട് സംസം വെള്ളം വായിലേ കുഴിച്ചു കൊടുക്കുകയാ. മുഅ്മിന എന്ന 30 വയസ്സുള്ള പെണ്ണുമോള് അവസാനമായി കുടിച്ച വെള്ളം സംസം വെള്ളമാണ്. എവിടെ കടന്നാ മരിച്ചതെന്നറിയുമോ? ഓർമ്മ വെച്ച കാലം മുതൽ നിന്റെ വീടിനകത്ത് നീ നേരെ നിന്ന് നിസ്കരിക്കുന്ന കഅബയുണ്ടല്ലോ, നീ കാണാൻ ആഗ്രഹിക്കുന്ന, ഒരിക്കലെങ്കിലും അതിന്റെ മുന്നിൽ പോകണമെന്ന് പടച്ചവന്റെ മുന്നിൽ സുജൂദിൽ കിടന്ന് നിസ്കാരം കടിഞ്ഞ് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്ന കഅബയുണ്ടല്ലോ, ആ കഅബയുടെ മുറ്റത്ത് കിടന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മരണപ്പെട്ടു പോയതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, മുഅ്മിന എന്ന പൊന്നുമോളുടെ കബറവിടയെന്നറിയുമോ? മുഅ്മിന എന്ന പൊന്നുമോളുടെ കബറവിട അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ ചാരത്തല്ലേ. ഒരൊറ്റ ഒരു മലയാളി പെണ്ണിന്റെ കബറേ ഉള്ളപോലെ, ഒരേ ഒരു പെണ്ണിന്റെ കബറ്, അത് മുഅ്മിന എന്ന 30 വയസ്സുകാരിയുടെയാണ്. ഖദീജ ബീവിയുടെ ചാരത്ത് പടച്ചവനൊരു 6 അടി മണ്ണ് കൊടുത്തല്ലോ. ഇതുപോലെ റബ്ബൊരു നല്ല മരണം കൊടുത്തല്ലോ. കാരണമെന്ത്? മുഅ്മിന എന്ന പൊന്നുമോളുടെ അയൽവാസിയായ സഹോദരൻ പറയുന്നു, ഉസ്താദേ, മുഅ്മിനാന് വല്ലാത്തൊരാഗ്രഹമുണ്ടായിരുന്നു. മുഅ്മിന എന്ന 30 വയസ്സുള്ള പൊന്നുമോൾക്ക് എപ്പോഴും ഒരു ആഗ്രഹമുണ്ടായിരുന്നു. ഏത് ഉസ്താദിനെ കണ്ടാലും പറയും, ഉസ്താദേ, എന്റെ പൊന്നുമോനൊന്ന് ഹാഫിളാകാൻ ദുആ ചെയ്യടേ, എന്റെ പൊന്നുമോനൊന്ന് ഹാഫിളാകാൻ ദുആ ചെയ്യടേ. മുഅ്മിന എന്ന 30 വയസ്സുള്ള ജീവിതത്തിലെ ആഗ്രഹമാ അല്ലാഹുവിന്റെ ഖുർആനിനെ സ്നേഹിച്ചവളാ, തന്റെ പൊന്നുമോനെ ഹാഫിളാക്കണമെന്ന് വിശ്വസിച്ചവളാണ്, ദുആ ചെയ്തവളാണ്, ആഗ്രഹിച്ചവളാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഖുർആൻ ഓതുന്ന മനുഷ്യ, ഖുർആനിനെ സ്നേഹിക്കുന്ന മനുഷ്യ, നിനക്ക് നല്ല മരണം കിട്ടുമെന്ന് നബിയുനാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 1.5 ലക്ഷം പേര്, എത്ര ലക്ഷക്കണക്കിന് ആളുണ്ടായിരുന്നല്ലോ, ഒറ്റ പെണ്ണല്ലേ ഉള്ളൂ.
ഒറ്റ പെണ്ണ്, ഒരേ ഒരു പെണ്ണിനെ മാത്രം പടച്ചവൻ തിരഞ്ഞെടുത്ത്. അതാണ് മക്കളെ അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു അതുപോലെയുള്ള മരണം നൽകി അനുഗ്രഹിക്കുമാറാകും. അള്ളാഹു പടച്ചവനെ വെള്ളിയാഴ്ച രാവിലെ മരിക്കാൻ ഭാഗ്യം തരണേ പടച്ചവനെ. അള്ളാഹു ഈ അടുത്ത് തിരുവനന്തപുരത്ത് ഒരു ഉപ്പ രണ്ടാമത്തെ റക്അത്തിൽ ജുമാ നിസ്കാരത്തിൽ രണ്ടാമത്തെ റക്അത്തിൽ സുജൂദി കിടന്നു, പിന്നെ എഴുന്നേറ്റില്ല. സലാം വീട്ടിയിട്ട് നോക്കിയപ്പോ ഉപ്പ മരിച്ചു, സുജൂദി കിടന്നു മരിച്ചില്ല. അതൊക്കെയാ മരണം, നമ്മക്കൊക്കെ എന്ത് മരണമില്ലേ. അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവനെ ഈ പാവപ്പെട്ട ഞങ്ങൾക്ക് നല്ല കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരിക്കാൻ ഭാഗ്യം തരണേ അള്ളാഹുവെ. നിസ്കരിച്ച് നല്ല കാര്യം പറയുമ്പോ അത് കേൾക്കുമ്പോ ദിക്റ് പറയുമ്പോ നല്ലയിടത്തും വരിയുള്ള ഭാഗ്യം നൽകണേ പടച്ചവനെ. നല്ല മരണം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാൻ. സംഘാടകര് ബക്കറ്റുമായിട്ട് മുന്നിലേക്ക് വരുന്നു, ഒരു നല്ല സദക്ക. സംഘാടകര് ബക്കറ്റുമായിട്ട് മുന്നിലേക്ക് വരുന്നു, വേറെ ഒന്നുമില്ലല്ലോ. ഒരു നല്ല സദക്ക, ഒരു നല്ല മരണത്തിന് വേണ്ടി എല്ലാവരും ഒരു നല്ല സദക്ക എടുത്ത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. റഹം റഹീമായ പടച്ചവനെ ദയാലുവായ അള്ളാഹു ആരെല്ലാം സദക്ക കൊടുക്കുന്നു റബ്ബേ അവർക്കൊരു നല്ല മരണം കൊടുക്കണേ തമ്പുരാനെ. ഒരു നല്ല മരണം കൊടുക്കണേ പടച്ചവനെ. വെള്ളിയാഴ്ച രാവിലെ മരിക്കാനുള്ള അവസരം നൽകണേ റഹ്മാനെ. പെട്ടെന്ന് ഇന്നലെ ഒരു കവർ തന്നിരുന്നു, ഉള്ളവരതും കൂടി ഇടുക ഇൻഷാ അല്ലാഹ്. പെട്ടെന്ന് ഞാൻ നിർത്താം, ഒരൊറ്റ ആയത്ത് പറഞ്ഞ് ദുആ ചെയ്യും പെട്ടെന്ന് ഇൻഷാ അല്ലാഹ്. ഇങ്ങോട്ട് പോ ഹബീബേ, നിങ്ങൾ അപ്പുറത്ത് സൈഡിലോട്ട് പോ, ഇങ്ങോട്ട് കേട്ടോ. റോഡിൽ നിൽക്കുന്ന എല്ലാവരും ഇൻഷാ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ഖബർ നമ്മളോട് പറയുന്നു, പള്ളിക്കാട്ടിലേക്ക് പോകുമ്പോ ഒരു കൂട്ടുകാരനെ കൂടെ കൊണ്ടുപോകണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷെ അതാ കൊണ്ടുപോകില്ലേ? അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറ്. ആയത്ത് അവസാനം പറഞ്ഞു തരാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖബർ പറയുന്ന നാലാമത്തെ കാര്യം ഇതും കൂടെ പറഞ്ഞു ദുആ ചെയ്യും. ഖബർ പറയുന്ന നാലാമത്തെ കാര്യം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, അനബൈതു തുറാബ്. പള്ളിക്കാട് നമ്മളോട് പറഞ്ഞു തരുന്ന നാലാമത്തെ കാര്യം എന്തെന്നറിയുവോ പൊന്നുമോളെ? എന്റെ പ്രിയപ്പെട്ട സഹോദരി, ഖബർ പറയുകയാണ്, എന്റെ വീടിനകത്ത് മണ്ണാണ്, നീ മണ്ണിൽ കിടന്ന് ശീലമില്ലല്ലോ. ഒരു പുതപ്പെങ്കിലും പുതച്ചിട്ടല്ലേ കിടക്കാറുള്ളൂ. പായുടെ മുകളിൽ കിടക്കുന്നവളാട്, വിരിപ്പിന്റെ മുകളിൽ കിടക്കുന്നവളാട്, മെത്തയുടെ മുകളിൽ കിടന്നുറവളാട്. നിനക്ക് മണ്ണിന്റെ മുകളിൽ കിടന്ന് ശീലമില്ലല്ലോ. അതുകൊണ്ട് പള്ളിക്കാട്ടിലേക്ക് പോകുന്ന സമയം ഒരു പായും കൊണ്ടേ പോകാവൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മളൊക്കെ തറയിൽ വെറും മണ്ണി കിടന്ന് പരിചയമില്ലല്ലോ നമുക്കാർക്കില്ലേ? ഇന്ന് വരെ നമ്മൾ തറയിൽ കിടന്ന് പരിചയപ്പെട്ടിട്ടില്ല. ഖബർ നമ്മളോട് പറയും, വീട്ടിൽ മണ്ണ കൊണ്ടുമ്പോ അതുകൊണ്ട് വരുമ്പോ ഒരു പായും കൊണ്ട് വേണം പോകാൻ, ഒരു വിരിപ്പും കൊണ്ടും. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 6 അടി മണ്ണിലെ വിരിപ്പ് ഏതാണെന്നറിയും? 6 അടി മണ്ണിൽ സ്വർഗത്തിലെ സ്വർണത്തിന്റെ വിരിപ്പിൽ കിടന്നുറങ്ങണം. 6 അടി മണ്ണിനകത്ത് സ്വർഗത്തിലെ സ്വർണത്തിന്റെ വിരിപ്പിൽ കിടന്നുറങ്ങണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ സ്വർഗത്തിലെ സ്വർണത്തിന്റെ വിരിപ്പാണ് ബക്കറ്റ് നിന്റെ മുന്നിൽ വരുമ്പോ നീ ഇട്ടുകൊടുക്കുന്ന സദഖയെന്ന് നബി റസൂലുള്ളാഹി. ഈ ബക്കറ്റ് നിന്നിൽ വരുമ്പോ നീ ഇട്ട ആ ഒരു ചെറിയ സദഖയുണ്ടല്ലോ, വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ പോലും അറിയാതെ സദഖ ചെയ്യുന്നവൻ, ആ സദഖ അവന്റെ 6 അടി മണ്ണിലെ കട്ടിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ സഹോദരങ്ങൾ 50 വർഷമായി ഇവർ പ്രവർത്തിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവരുടെ ലക്ഷ്യം പാവങ്ങളെ സഹായിക്കൽ, രോഗികളെ സഹായിക്കൽ, യതീമീങ്ങൾ, മരുന്ന് വാങ്ങാൻ കഴിവില്ലാത്ത പാവപ്പെട്ടവർക്ക് പൈസ കൊടുക്കൽ. ഒരു മാസം 1000 രൂപ വെച്ച് 10 പേർക്കോളം ഓരോ മാസവും 1000 രൂപ വെച്ച് കൊടുക്കുന്നു. വിവാഹം അതുപോലെ തന്നെ ഖബർ കുഴിച്ചു കൊടുക്കുന്നു, അതുപോലെ തന്നെ കഫൻ തുണികൾ വാങ്ങിക്കൊടുക്കുന്നു. ഇതുപോലെയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അള്ളാന്റെ റസൂൽ പറയുന്നു, നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ടവരെ, പാവപ്പെട്ടവരെ സഹായിച്ചാൽ, യതീമീങ്ങളെ സഹായിച്ചാൽ, രോഗികൾക്ക് മരുന്ന് വാങ്ങാനുള്ള പൈസ കൊടുത്താൽ കിട്ടുന്ന പ്രതിഫലമാണ്. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് 6 അടി മണ്ണിനകത്ത് സ്വർണത്തിന്റെ വിരിപ്പിൽ കടക്കാൻ ആഗ്രഹമുണ്ടോ പെങ്ങളെ? സ്വർണത്തിന്റെ വിരിപ്പിൽ 6 അടി മണ്ണിനകത്ത് കിടന്ന് സുഖിക്കാൻ ആഗ്രഹമുണ്ടോ? നിന്റെ ദുനിയാവിലെ വീടിനെക്കാളും സുന്ദരമായ വീട്, നിന്റെ ദുനിയാവിലെ വീടിനെക്കാളും മനോഹരമായ വീട് 6 അടി മണ്ണിനകത്ത് അല്ലാഹു തയ്യാറാക്കിയിട്ടിരിക്കുന്നു. സദഖ ചെയ്താൽ നിനക്ക് ആ വീട്ടിൽ സുഖിക്കാമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാർ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എന്റെ വാല് നിർത്തുകയാണ്, എന്റെ പ്രസംഗം നിർത്തുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പാവപ്പെട്ട മക്കളുണ്ടല്ലോ, അവര് പാവങ്ങളെ സഹായിക്കാരാ, രോഗികൾക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കാരാ. എന്റെ പ്രിയപ്പെട്ടവരെ, 3 ദിവസം നീണ്ടു നിൽക്കുന്ന വാലിന്റെ അവസാനപാട് ഇന്ന് ഈ പ്രസംഗം കഴിയുമ്പോൾ മൈക്ക് സെറ്റുകാരന് കൊടുക്കാൻ ഒരുപാട് പൈസ വേണം. ക്യാമറയും സ്റ്റേജും ലൈറ്റുമൊക്കെയായി ഒരുപാട് ചിലവുകൾ ഈ പാവപ്പെട്ടവർക്കുണ്ട്. അതിന്റെ ചിലവുകൾ കഴിച്ച് 1 രൂപയെങ്കിലും ബാക്കി വന്നാൽ, ഉസ്താദേ, ഈ നാട്ടിലെ രോഗികൾക്കാണ്, ക്യാൻസർ രോഗികളുണ്ട്, മരുന്ന് വാങ്ങാൻ ഗതിയില്ലാതെ എത്രയോ പാവപ്പെട്ട രോഗികളുണ്ട്, യതീമീങ്ങളുണ്ട്, വിവാഹപ്രായം കഴിഞ്ഞിട്ട് കെട്ടിച്ചു കൊടുക്കാൻ കഴിവില്ലാത്ത പാവപ്പെട്ട സഹോദരിമാരുണ്ട്. അവർക്ക് കൊടുക്കാനെന്ന് പറയുമ്പോ കൊടുക്കാൻ മനസ്സുണ്ടോ സഹോദര? പാവപ്പെട്ടവരെ സഹായിക്കാൻ മനസ്സുണ്ടോ? എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങളെ, നിന്നെപ്പോലെ പ്രായമല്ല ഏതോ ഒരു ഉമ്മയുണ്ടല്ലോ, തന്റെ പൊന്നുമോളെ കെട്ടിച്ചു കൊടുക്കാൻ കഴിവില്ലാതെ കരയുകയാണ്. നിന്റെ വാപ്പയെ പോലെ പ്രായമുള്ള പാവപ്പെട്ട വാപ്പയുണ്ടല്ലോ, ഒരു നേരത്തെ മരുന്ന് വാങ്ങാൻ കഴിയാതെ കരഞ്ഞുകൊണ്ട് വീടിനകത്ത് കിടക്കുകയാണ്. ആ പാവപ്പെട്ട ഉപ്പയ്ക്ക് ഒരു നേരത്തെ മരുന്ന് വാങ്ങാനുള്ള പൈസ ഞാൻ നിന്നോട് ചോദിക്കുകയാ. ഈ പാതിരാത്രി ഒരുമിച്ച് കൂടിയവരോട് ഞാനൊരു ചെറിയ സദക്ക ചികിരിക്കുകയാ. എന്തിനു വേണ്ടിയാണ്? 6 മണ്ണിനകത്ത് സുഖിക്കാനാണ്, സ്വർഗത്തിൽ ദൂഷിക്കാനാ. 6 മണ്ണിനകത്ത് നിന്നെ കുഴിച്ചിട്ടിട്ട് നിന്റെ മക്കള് പോകുമ്പോ നിന്റെ കടം പോലും നിന്റെ മക്കള് വീട്ടില്ലല്ലോ. നിനക്ക് വേണ്ടി 1 രൂപ പോലും നിന്റെ മക്കള് സദക്ക കൊടുക്കൂല്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവര്, 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകർ ഒരു ദിവസം തന്റെ സഹാബത്തിനോട് പറയുന്നു, യാ സഹാബ, പാവങ്ങളെ സഹായിക്കാൻ അല്പം സമ്പത്തിന്റെ ആവശ്യമുണ്ട് സഹാബ. വീട്ടിലെന്താണോ ഉള്ളത് കൊണ്ടുവാ സഹാബ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സഹാബത്തിനോട് പറയുമ്പോ പള്ളിക്കകത്ത് നിന്ന് സഹാബത്തിറങ്ങി ഓടുകയാണ്. വീട്ടിലുള്ളത് കൊണ്ടുവരാനല്ലോ എന്റെ റസൂൽ പറഞ്ഞിരിക്കുകയാ. പണം കൊണ്ടുപോയവരുണ്ട്, കാരയ്ക്ക് കൊണ്ട് കൊടുത്തവരുണ്ട്, ഏതാ ഗോതമ്പിന്റെ മാവ് കൊണ്ട് കൊടുത്തവരുണ്ട്, ഈന്തപ്പന ഓലകൾ കൊണ്ട് നെയ്തിരിക്കുന്ന പാ കൊണ്ട് കൊടുത്തവരുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സദഖ ചോദിച്ചപ്പോ വീട്ടിലുള്ളതെടുത്തുകൊണ്ട് പ്രവാചകന്റെ ചാരത്തേക്ക് സഹാബാക്കൾ മുഴുവനും വീട്ടിൽ നിന്ന് ഓടിക്കൊണ്ടിരിക്കുകയാ. ആ സമയത്തൊരു സഹാബി വീടിന്റെ മുന്നിലിരിക്കുകയാണ്. ഒരു പാവപ്പെട്ട സഹാബിയുണ്ടല്ലോ, 2 കാലുമില്ലാത്ത സഹാബിയാണ്. മഹാനായ ഇബ്നു ഉഖൈൽ റളിയല്ലാഹു തആല അൻഹു 2 കാലുമില്ല, ഇടത് കൈയില്ല, ഒരേ ഒരു കൈ മാത്രമുള്ള സഹാബി വീടിന്റെ മുന്നിലിരിക്കുകയാണ്. സഹാബാക്കളെ മുഴുവനും അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് ഓടുന്ന കാണുമ്പോൾ ഈ സഹാബി ഇടഞ്ഞിടഞ്ഞ് വഴിയിലേക്ക് പോവുകയാ. തന്റെ മുന്നിലൂടെ പോകുന്ന ഒരു ചെറുപ്പക്കാരനോട് അവിടുന്ന് ചോദിച്ചു, മോനെ, സത്യദീനിതും സബീലിൽ പൊൻവെളിച്ചമായി, സുപ്രഭാതം പോലെ വെണ്മ വീശും സംഗമായി. സത്യദീനിതും സബീലിൽ പൊൻവെളിച്ചമായി, സുപ്രഭാതം പോലെ വെണ്മ വീശും സംഗമായി. സുഹൃതമേറ്റിടുന്നു നാട്ടിൽ സത്യധാരയായി, സമതവന്റെ ദീൻവഴിയിൽ ഭാഗ്യജൗഹരായി. സത്യദീനിതും സബീലിൽ പൊൻവെളിച്ചമായി, സുപ്രഭാതം പോലെ വെണ്മ വീശും സംഗമായി. സുഹൃതമേറ്റിടുന്നു നാട്ടിൽ സത്യധാരയായി, സമതവന്റെ ദീൻവഴിയിൽ ഭാഗ്യജൗഹരായി. നേരിനാദർശത്തിൻ ബോധം തീർത്തവർ,
ഇസ്തിഖാമയായി വിശ്വാസം കാത്തവർ, സേവനത്തിൻ ധർമ്മപാത തീർത്തവർ, കർമ്മപദത്തിൽ വികായ സോദരർ, കരുണസ്പർശമേറെയും ചൊരിഞ്ഞവർ, ചാരസഹചാരിയായി അണഞ്ഞവർ, സൗഹൃദത്തിൻ വഴിയതും തെളിച്ചവർ, ജാലികയും തീർത്ത് ജയ് വിളിച്ചവർ. സുന്നി സംഘമാണിത്, ശക്തമാണിത്, SKSSFിൻ ധർമ്മധാരയാണിത്. സുന്നി സംഘമാണിത്, ശക്തമാണിത്, SKSSFിൻ ധർമ്മധാരയാണിത്. സത്യദീനിൻ സബീലിൽ പൊൻവെളിച്ചമായി, സുപ്രഭാതം പോലെ വെണ്മ വീശും സംഘമായി, സുഹൃതമേറ്റിടുന്നു നാട്ടിൽ സത്യധാരയായി, സമതവന്റെ ദീൻ വഴിയിൽ ഭാഗ്യജൗഹറായി. കൽബകം പ്രകാശമേറെ തന്നതും, ഖുർആൻ സെന്ററെന്ന കണി വിതച്ചതും, വെള്ളി നില പോലെ വെണ്മ തന്നതും, ദീൻ വെളിച്ചമായി പാതണഞ്ഞതും, അറിവിൻ പൈതൃക വഴി തുറന്നതും, പലവയും സുഗന്ധമായി പരന്നതും, ശോഭനമാം വഴി തുറന്ന് തന്നതും, ഇസയതെന്ന നൂറ് പ്രശോഭിച്ചതും. സുന്നി സംഘമാണിത്, ശക്തമാണിത്, SKSSFിൻ ധർമ്മധാരയാണിത്. സുന്നി സംഘമാണിത്, ശക്തമാണിത്, SKSSFിൻ ധർമ്മധാരയാണിത്. സത്യ ഞാൻ നിനക്ക് തരുമായിരുന്നല്ലോ. യഹൂദി ചോദിക്കുമ്പോ ഇബ്നു ബുഖൈല തങ്ങള് പറയുകയാ, എനിക്കിതെനിക്ക് വേണ്ടിയല്ല, ഈ പണം എനിക്ക് വേണ്ടിയല്ല, ഇത് പാവങ്ങളെ സഹായിക്കാനാ. എന്റെ റസൂലുള്ളാഹി സദഖ ചോദിച്ചിരിക്കുകയാ, എന്റെ പ്രവാചകന് പാവങ്ങൾക്ക് വേണ്ടി ചോദിച്ചിരിക്കുകയാ. അതുകൊണ്ട് എന്റെ കൂലിയൊന്ന് തരുവോ, എന്റെ കൂലിയൊന്ന് തരുവോ. ഇബ്നു ബുഖൈല തങ്ങൾ യഹൂദിയോട് താൻ ചെയ്ത ജോലിയുടെ കൂലി ചോദിക്കുമ്പോ 4 ദിർഹമെടുത്ത് കയ്യിൽ വെച്ചു കൊടുക്കുകയാ. 4 ദിർഹമെടുത്ത് കയ്യിൽ വെച്ചു കൊടുക്കുമ്പോ ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അന്ന് കെട്ടിയ ശമ്പളവും കൊണ്ട് ലോകത്തിന്റെ നേതാവിന്റെ മുന്നിലേക്ക് പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂല് തന്റെ സഹാബത്തിന്റെ മുന്നിലിരിക്കുകയാ. പ്രവാചകൻ തന്റെ സഹാബത്തിന്റെ മുന്നിലിരിക്കുമ്പോ രക്തത്തിൽ കുളിച്ചുകൊണ്ട് ഒരു പാവപ്പെട്ട സഹാബി ഇടഞ്ഞിടഞ്ഞ് കിടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ ആ കാഴ്ച കണ്ടിട്ട് സഹിച്ചില്ല. കാരുണ്യത്തിന്റെ പ്രവാചകൻ ഇറങ്ങി ഓടുകയാണ്. ഓടിച്ചെന്നിട്ട് ചോദിച്ചു, ഇബ്നു ബുഖൈലേ, ആരാ നിന്നെ ഉപദ്രവിച്ചത്? ആരാ നിന്നെ ഉപദ്രവിച്ചത്? നിന്റെ വായിലൂടെ രക്തമൊലിക്കുന്നല്ലോ, നിന്റെ ശരീരം മുഴുവനും രക്തമാണല്ലോ. ഇബ്നു ബുഖൈല തങ്ങൾ പറയുന്ന, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്നാരും ഉപദ്രവിച്ചില്ല നബിയേ, എന്നാരും ആക്രമിച്ചില്ല നബിയേ. പിന്നെ എന്റെ വായിൽ നിന്ന് രക്തം വരുന്നത് എങ്ങനെയെന്നറിയുമോ? യാ റസൂലല്ലാഹ്, യഹൂദിയുടെ വീട്ടില് വെള്ളം കോരുന്ന സമയത്ത് കയറ് കടിച്ചു പിടിച്ച് എന്റെ ചുണ്ടും നാവും മുറിഞ്ഞ് രക്തം വരുന്നതാ നബിയേ. കയറ് കടിച്ചു പിടിച്ചിട്ട് രക്തം വരുന്നതാ നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്ന, നബിയേ, വെള്ളവുമായി ഓരോ മരത്തിന്റെ ചുവട്ടില് ഇഴഞ്ഞിഴഞ്ഞു പോയിട്ട് എന്റെ തുടയിലെ മാംസമുരഞ്ഞിട്ട് രക്തം വരുന്നതാ നബിയേ.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ല നിനക്ക് പണം തന്നത് നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, നിന്റെ നിസ്കാരത്തഴമ്പ് കണ്ടിട്ടല്ല, നിന്റെ താടിയുടെ നീളം കണ്ടിട്ടല്ല, നിന്റെ ഫർദയുടെ വലിപ്പം കണ്ടിട്ടല്ല, നീ തസ്ബീഹ് പിടിച്ചുകൊണ്ട് നടക്കുന്നതിന്റെ മഹത്വം കൊണ്ടല്ല. പെങ്ങളെ, നിന്നെ പരീക്ഷിക്കാരാ പൊന്നുമോളെ. വീടിന്റെ മുന്നിൽ, നിന്റെ വീടിന്റെ പുറകിൽ കിടക്കുന്ന 28 വയസ്സുള്ള യതീമായ പൊന്നുമകളുടെ വിവാഹത്തിന് വേണ്ടി നീ ശരീരം മുഴുവനും സ്വർണം ധരിച്ചുകൊണ്ട് നടക്കുന്നു. ആ പാവപ്പെട്ടവളുടെ ഉമ്മ നിന്റെ വീടിന്റെ മുന്നിൽ വന്ന് എന്റെ പൊന്നുമോളെ കെട്ടിക്കാൻ എന്തെങ്കിലും തരുവോ ചോദിക്കുന്ന സമയത്ത് കളിയാക്കുന്ന പെങ്ങള്, ആ പാവത്തിന് ആട്ടിയോടിക്കുന്ന പെങ്ങള്, വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് വെളിയിലിറങ്ങുമ്പോ തോർത്ത് വിരിച്ചിട്ട് എന്റെ പൊന്നുമോളെ കെട്ടിക്കാപ്പടവില്ല, എന്റെ പൊന്നുമോന് ക്യാൻസറാ, മരുന്ന് വാങ്ങാൻ പോലും പൈസയില്ല, തോർത്ത് വിരിച്ചിട്ട് യാചിക്കുന്ന മനുഷ്യന്റെ മുന്നിൽ 10 രൂപയെടുത്തിട്ട് വലിച്ചെറിഞ്ഞിട്ട് പോകുന്ന ഉപ്പാ, അവനും നിന്നെ പോലെ ഒരു മനുഷ്യരാ. ആ പാവപ്പെട്ടവനും അഭിമാനമുണ്ട്. ഗതികേട് കൊണ്ടാണുപ്പാ, ഗതികേട് കൊണ്ടാവുപ്പാ. പാപങ്ങളെ മറന്നുപോകല്ലേ. പടച്ചവൻ നിനക്ക് സമ്പത്ത് തന്നിരിക്കുന്നത് നിന്നെ പരീക്ഷിക്കാനാ. അല്ല നിന്റെ കണ്ണിന് മുന്നിൽ പാവപ്പെട്ടവനെ കൊണ്ടു നിർത്തിയിട്ട് നിന്നെ പരീക്ഷിക്കുമ്പോ പരാജയപ്പെട്ടു പോകല്ലേ, പരാജയപ്പെട്ടു പോകല്ലേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ആ സ്വഹാബി കയ്യിലിരുന്ന് 4 ദിർഹമെടുത്തു കൊടുത്തിട്ട് അവിടുന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്റെ കബറിനകത്ത് സ്വർഗം കാണുവോ നബിയേ? എന്റെ കബറിനകത്ത് എനിക്ക് സമാധാനമുള്ള ജീവിതം കിട്ടുവോ നബിയേ? ദുനിയാവിൽ എനിക്കൊരു നല്ല ജീവിതം കിട്ടിയില്ല, എനിക്ക് കാലില്ലല്ലോ, എനിക്ക് കാലില്ലല്ലോ, എനിക്ക് നാളെ സ്വർഗം കിട്ടുവോ യാ റസൂലല്ലാഹ്? അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലിരുന്ന് ചോദിക്കുമ്പോ ഈ പാതിരാത്രി ഒരുമിച്ച് കൂടിയവരെ, ഈ പാവപ്പെട്ടവന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാ. 6 അടി മണ്ണിനകത്തൊരു സന്തോഷം വേടോ ഉമ്മ, 6 അടി മണ്ണിനകത്ത് നിനക്കൊരു സമാധാനം വേടോ. അതിനകത്ത് കിടന്നിട്ട് നിന്റെ പൊന്നുമോ നിന്നെ തിരിഞ്ഞു നോക്കാതെ നടക്കുമ്പോ, നിന്റെ കബറിന്റെ പുറത്തുകൂടെ പോകുന്ന പൊന്നുപോൽ ഒരു സലാം പോലും പറയാതെ മടങ്ങിപ്പോകുമ്പോ, കബറിൽ കിടന്നല്ലാ, ഈ ദുനിയാവിൽ ആരെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്താ കൊള്ളാമല്ലോ റബ്ബേ. ഇതുപോലെ കിടന്ന് യാചിക്കാതിരിക്കാൻ ഒരവസരം നിനക്ക് തരികയാണ് പെങ്ങളെ. ഈ പാതിരാത്രി ഒരുമിച്ച് കൂടിയവരെ, 6 അടി മണ്ണിനകത്ത് സമാധാനമുള്ള ഒരു ജീവിതത്തിന് വേണ്ടി ഇന്ന് പാതിരാത്രി ഇവിടെ ഇരുന്ന് നിനക്കൊന്ന്, ഈ പാതിരാത്രി ഇവിടെ ഇരുന്നു കൊണ്ടെന്ന് തീരുമാനിക്കാൻ കഴിയുമോ? രോഗികൾക്ക് കൊടുക്കാനാ, തീമീങ്ങൾക്ക് കൊടുക്കാനാ, ഒരു നേരത്തും മരുന്ന് വാങ്ങാൻ കഴിവില്ലാത്തവരെ സഹായിക്കാനാ ഞാനൊരു സദക്ക ചോദിച്ചിരിക്കുകയാ. അല്ലാഹുവേ, അല്ലാഹുവേ, ഈ പാതിരാത്രിയിൽ ഒരുമിച്ച് കൂടിയവർ ആരോടും ഞാൻ പറഞ്ഞു വെച്ചിട്ടില്ല തമ്പുരാരെ. നീ ഇഷ്ടപ്പെട്ടവരുടെ മനസ്സിന്റെ ഉള്ളിൽ നീ ഓർമ്മ കൊടുക്കണേ അല്ലാ, നീ ആഗ്രഹം കൊടുക്കണേ അല്ലാ, നീ ആഗ്രഹം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, നീ ഇഷ്ടപ്പെട്ടവരെ ഈ പാതിരാത്രിയിൽ ഈ സ്വർഗത്തിൽ നീ തിരഞ്ഞെടുക്കണേ അല്ലാ. സ്വീകരിക്കുമാറാകട്ടെ. ഞാനൊരു ചെറിയ സദക്ക ഞാൻ ചോദിച്ചയച്ചിട്ട് തോര ചോദിക്കും. എനിക്ക് 6666 വലിയ ഇഷ്ടമാണ്. ഞാൻ ഖുർആൻ ഇഷ്ടപ്പെടുന്നവനാണ്. ഈ സദസ്സിരിക്കണ ആരെയും ഞാൻ നിർബന്ധിക്കുന്നില്ല. ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും 6666 രൂപ കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് കൈവെക്കുക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇരിക്കണ സഹോദരിമാർ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്ത് കിടക്കണ നിന്റെ കബറി നീ മാത്രമേ ഉള്ളൂ ഉമ്മച്ചി, വേറെ ആരും വരൂല, ആരും വരൂല. അതിനകത്ത് നിനക്ക് സന്തോഷിക്കണമെങ്കിൽ ഉസ്താദെ, എന്റെ കൈ കിടക്കണ ഈ മോതിരം എനിക്ക് അവിടത്തേക്ക് മതി എന്ന് പറഞ്ഞ് ഊരി കൊടുക്കുക. ഒരാളെങ്കിലും 6666 ഞാൻ